അനുനിമിഷം ദൈവം നമുക്ക് അത്ഭുതം ചെയ്യുന്നുണ്ട്. ഓരോ സെക്കൻഡിലും നിങ്ങളും ഞാനും അത്ഭുതമായി കണക്കാക്കാത്ത ഒരത്ഭുതം ഞാൻ പറയാം. നമ്മൾ പലപ്പോഴും പലതും അത്ഭുതമായി കാക്കാത്ത ഒരത്ഭുതം. ഉറക്കം ഒരത്ഭുതമാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അതിനേക്കാളും വലിയ അത്ഭുതമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ഇന്ന് ഉച്ചയ്ക്ക് ഒരു 10 മിനിറ്റ് മയങ്ങിയവരായിരിക്കും. ഉറങ്ങിയല്ല, എല്ലാ യോഗത്തിൻ്റെ ഇരിക്കുമ്പോഴും മയങ്ങുന്നവരുണ്ട്. ആ മയങ്ങിയ നിങ്ങൾ എഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കുന്നത് ഒരത്ഭുതമാണ്. ഈ രാത്രി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോന്നു, 10:30-കോ 11-നോ 12-നോ നിങ്ങളുടെ ബെഡിൽ കയറി കിടക്കുന്നു. ആരാണ് നിങ്ങളുടെ കൺപോളകളെ തഴകി ഉറക്കുന്നത്? നിങ്ങൾക്ക് ഉറക്കം തരുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം ഉറക്കം തന്നില്ലേ, 25 ഉറക്കം കൂടി ഒന്നിച്ച് കഴിച്ചാലും ഉറക്കം കിട്ടില്ല. ഈ രാത്രി ഉറങ്ങുന്ന നിങ്ങളെയും എന്നെയും അടുത്ത പ്രഭാതത്തിൽ ആരാണ് തട്ടി ഉണർത്തുന്നത്? ഒരുപക്ഷെ നിങ്ങൾ പറയും മൊബൈലാണ്, അല്ലെ അപ്പനാണ്, അമ്മയാണ്, ഭാര്യയാണ്, ഭർത്താവാണ്. ശരിയാണ്. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്ന നിങ്ങളെ എന്നെയും അടുത്ത പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരം തട്ടിയാൽ നമ്മൾ ഉണ്ടും. അപ്പൻ തട്ടിയില്ലെങ്കിലും, അമ്മ തട്ടിയില്ലെങ്കിലും, ഭാര്യ തട്ടിയില്ലെങ്കിലും, ഭർത്താവ് തട്ടിയില്ലെങ്കിലും, മൊബൈൽ വിളിച്ചില്ലെങ്കിലും, ഈ രാത്രി ഉറങ്ങാൻ പോകുന്ന നിങ്ങളെ എന്നെയും ദൈവത്തിൻ്റെ കരം തട്ടിയില്ലെങ്കിൽ, അപ്പൻ തട്ടിയാൽ ഉണരത്തില്ല, അമ്മ തട്ടിയാൽ ഉണരത്തില്ല, ഭാര്യ തട്ടിയാൽ ഉണരില്ല, ഭർത്താവ് തട്ടിയാൽ ഉണരില്ല. പ്രഭാതം തോറും നമ്മെ തട്ടി ഉണർത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഒരു ഭക്തൻ ഇങ്ങനെ എഴുതി, ദൈവമേ, ഇന്ന് രാവിലെ എഴുന്നേൽക്കേണ്ടവരുടെ ലിസ്റ്റിൽ നീ എൻ്റെ പേരെഴുതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ഇന്ന് ഉണരേണ്ടവരാരൊക്കെയാണെന്ന് എഴുതി വെച്ചോണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതിവിദഗ്ധരായ ഡോക്ടേഴ്സ് പോലും ഉറക്കത്തിനിടയിൽ പോകുന്നില്ലേ? അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതയാത്രയിൽ, നിങ്ങളുടെ മരണത്തിന് മുമ്പ് അല്ലെങ്കിൽ യേശുവിൻ്റെ വരവിന് മുമ്പ് നിങ്ങൾ കേൾക്കുന്ന അവസാന സന്ദേശമായി കൊണ്ടുകൊണ്ട് ചിലരെങ്കിലും ദൈവകൽപ്പനയനുസരിച്ച് താഴ്ത്തുവാൻ ദൈവം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോട് നിങ്ങളെ അറിയിക്കുവാൻ ഏൽപ്പിച്ച ദൂതിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ലോകത്തിൽ ഒത്തിരി മഹാരഥന്മാർ ജനിച്ച് മരിച്ച് മൺമറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്ന് യേശു ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വാക്യത്തിലേക്ക് വരാം. ഒന്ന്, ഈ ലോകത്തിൽ ജനിച്ച സകല മഹാരഥന്മാരും, എന്നോട് വ്യക്തമായി പറഞ്ഞാൽ ചരിത്രം സൃഷ്ടിച്ചവർ, കാലഗതിയെ മാറ്റിവിരിച്ചവർ, അനേക അത്ഭുതങ്ങൾ ചെയ്തവർ, അനേക കണ്ടുപിടുത്തങ്ങൾ നടത്തിയവർ, യുദ്ധം ജയിച്ചവർ, രാഷ്ട്രീയമീമാംസകന്മാർ, തത്വചിന്തകന്മാർ, വലിയ വലിയ ആശയം പ്രചരിപ്പിച്ചവരൊക്കെ ഇവിടെ ജനിച്ചത് ജീവിക്കാൻ വേണ്ടിയായിരുന്നു. ജീവിക്കാൻ വേണ്ടി ജനിച്ചു. നിർവാഹമില്ലാത്തതുകൊണ്ട് അവർ മരിച്ചു. അവർ മരിക്കുമ്പോൾ ഇവിടുന്ന് പോകാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ഡോക്ടർമാരുടെ കാലിൽ കൈ പിടിച്ച് എന്നെ വിടല്ലേ എന്ന് കരഞ്ഞു. ചിലരൊക്കെ മരണം വന്നപ്പം കട്ടിൽ കീഴി ഒളിച്ചു. നിലവിളിയോടാണ് ഇവിടുന്ന് പോയത്. 90 വയസ്സായിട്ട് ഇവിടുന്ന് പോകാൻ മനസ്സില്ലായിരുന്നു. 100 പോകാൻ മനസ്സില്ല. 100 വയസ്സായാലും പോകാൻ മനസ്സില്ല. പണ്ടൊരു വല്യപ്പച്ചന് ഒരു കൊച്ചുമോള് കാപ്പി കൊണ്ട് കൊടുത്തു. 90 വയസ്സുള്ള അപ്പച്ചനാണ്. കാപ്പി കൊടുത്തപ്പോൾ അപ്പച്ചൻ ഈ മോളെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക. അപ്പം മോളി ചോദിച്ചു, എന്നാ അപ്പച്ച എന്നെ സൂക്ഷിച്ച് നോക്കുന്നേ? അപ്പച്ചൻ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് നിൻ്റെ വലിയ തള്ളയായിരുന്നു എനിക്ക് കാപ്പി തന്നത്. കുറേ കാലം മുമ്പ് വരെ നിൻ്റെ തള്ളയായിരുന്നു കാപ്പി തന്നത്. ഇപ്പം നീയാ എനിക്ക് കാപ്പി തരുന്നത്. നീയും കൂടെ പോയാൽ പിന്നെ ആര് കാപ്പി തരുമെന്ന് നോക്കിയതാണ്. 90 വയസ്സുള്ള അപ്പച്ചന് 13 കഴിഞ്ഞാൽ ഇനി ആരാ കാപ്പി കൊടുക്കുന്നത്?
അതാ ഇന്നലെ പറഞ്ഞ നമ്മുടെ പ്രത്യാശ പറക്കുന്നതാണ്, കാഹളം തൊരിക്കുന്ന, കൈ ഉയർത്തി സ്തോത്രം പറയുന്നത്. അപ്പൊ ഇവിടെ ജനിച്ചവർക്കൊക്കെ ഇവിടുന്ന് പോകാൻ മനസ്സില്ലായിരുന്നു. നിവൃത്തിയില്ലാത്ത കൊണ്ട് അവർ പോയി. എന്നാലിന്ന് രാത്രി ഞങ്ങൾ മച്ചാക്കുന്നില്ലേ, മച്ചക്കുന്നുകാരോട് പറയാം, മരിക്കാനായി ജനിച്ച ഒരുവൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ നാസറയനായ യേശുവാണ്. യേശു പറഞ്ഞു, ഞാൻ ശുശ്രൂഷ ഏൽക്കുവാനല്ല മനുഷ്യൻ, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ ഏൽക്കുവാനും മാത്രം. യേശു മരിച്ചത് 80-ാം വയസ്സിലല്ല, 33 തിരുവയസ്സിലാണ്. 33-ാം വയസ്സിൽ യേശു മരിക്കുമ്പോൾ ടെറ്റ്ലസ്റ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ല മരിച്ചത്, ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഒന്ന്, യേശു മരിക്കാനാ ജനിച്ചവനായിരുന്നു. രണ്ട്, ഇവിടെ ജനിച്ച ആരും ഒറ്റ മതവും മരിച്ചവർ ഉയർത്ത് ജീവിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു വിശ്വസിക്കുന്നുമില്ല. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരണത്തെ തകർത്ത് ഉയർത്ത് ജീവിക്കുന്നു. നിങ്ങൾ സ്തോത്ര ശക്തിയോട് പറഞ്ഞില്ല. യേശുക്രിസ്തു മാത്രമേ മരണത്തെ തകർത്ത് ഉയർത്ത് ജീവിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നുള്ളൂ. എന്നോട് വ്യക്തമായി പറഞ്ഞാൽ, ലോകത്തിലെ മഹാരഥന്മാരുടെ എല്ലാം കല്ലറകൾ ഇവിടെ കാണാം. ഏതാണ്ട് ഒരുമാതിരി രാജ്യങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്തു. അവിടേക്ക് ഞാൻ പ്രശസ്തന്മാരുടെ സെമിത്തേരികൾ കണ്ടിട്ടുണ്ട്. പല വേദിയിൽ ഞാനിത് പ്രസംഗിക്കാറുണ്ട്. 2 ലോകമഹായുദ്ധങ്ങളെ അതിജീവിച്ച ജർമ്മനിയിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ വലിയൊരു സെമിത്തേരി ഉണ്ട്, 300 ഏക്കർ വിസ്തൃതിയാണ്. ഒരു പള്ളിയാണ്. പള്ളിയുടെ അടിയിൽ ജർമ്മൻ ചാൻസലർമാരുടെ, കോടീശ്വരന്മാരുടെ കല്ലറ കാണാം. ഫ്രാൻസിൻ്റെ തലസ്ഥാനമായി പാരീസിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെയും ഒരു കല്ലറയുണ്ട്, ഫ്രാൻസിലെ യുദ്ധവീരന്മാർ. ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, വെസ്റ്റ്മിനിസ്റ്റർ അബി വളരെ പ്രസിദ്ധമാണ്. അവിടുത്തെ രാജ്ഞിമാരുടെ ഇപ്പോഴുടെ കല്ലറ. അങ്ങനെ അനേക രാജ്യങ്ങൾ. ഇവിടെ എല്ലാം അമേരിക്കയുടെ വാഷിങ്ടൺ നഗരത്തിൽ ഏതാണ്ട് 100 ഏക്കർ വിസ്തൃതിയുള്ള സെമിത്തേരി ഉണ്ട്. എങ്ങനെ നോക്കിയാലും ഒരുപോലെ അടക്കിയിരിക്കുന്ന കല്ലറകൾ. അവിടുത്തെ യുദ്ധവീരന്മാരുടെ, പ്രസിഡന്റുമാരുടെ കല്ലറ. ഡൽഹി ശക്തിസ്ഥലിൽ ചെന്നാൽ നമ്മുടെ മഹാത്മാഗാന്ധി ഉൾപ്പെടെ പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാരുടെ കല്ലറ അവിടെ കാണാം. വർക്കലയിൽ ചെന്നാൽ ശ്രീ നാരായണ ഗുരുസ്വാമിയുടെ കല്ലറ കാണാം. മക്കയിൽ ചെന്നാൽ ശ്രീ മുഹമ്മദ് നബിയുടെ കല്ലറ കാണാം. ഈ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ഭൂലോകത്തിൻ്റെ മധ്യഭാഗമായി പലസ്തീനിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. അത് യേശു കർത്താവിൻ്റെ കല്ലറയാണ്. ലോകത്തിലെ സകല മഹാരഥന്മാരുടെയും കല്ലറയുടെ പുറത്ത് അവരുടെ ജനനം, അവരുടെ മരണം, അവരുടെ അടക്കം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ കല്ലറയുടെ അകത്തല്ല, കല്ലറയുടെ പുറത്തല്ല, കല്ലറയുടെ അകത്തെഴുതി വച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ലോകത്തിന് സാക്ഷ്യമായി യേശുവിൻ്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. മൂന്നാമത്തെ വസ്തുത നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ലോകത്തിലൊരൊറ്റ നേതാവും മടങ്ങി വരാമെന്നും പറഞ്ഞു പോയില്ല. ലോകത്തിലെ ഒരു മതവും തങ്ങളുടെ നേതാവിനെ നീ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളാം. ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒറ്റ നേതാവുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. ഹിറ്റ്ലർ പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്, മുസോളിനി പറഞ്ഞില്ല, കാറൽ മാക്സ് പറഞ്ഞില്ല, ലെനിൻ പറഞ്ഞില്ല, എംഗൽസ് പറഞ്ഞില്ല, സജ്ജയ്ജി പറഞ്ഞില്ല, ഇന്ദിരാജി പറഞ്ഞില്ല, നെഹ്റുജി പറഞ്ഞില്ല, മഹാത്മജി പറഞ്ഞില്ല, ശ്രീ മുഹമ്മദ് നബി പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒറ്റ നേതാവുണ്ടെങ്കിൽ യേശു കർത്താവ് മാത്രമെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. നമ്മുടെ കൈകൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. യേശു മാത്രമേ ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ. അവൻ്റെ മടങ്ങി വരവിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് സമയമുണ്ടെങ്കിൽ ഞാൻ പറയും. ഇന്ന് വായിച്ച വാക്യം ഇങ്ങനെയാണ്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും ആരാ വായിച്ചേ? പാസ്റ്റർ ഒന്നുകൂടെ വായിച്ചു, 1:7 ഒന്നുകൂടെ വായിക്കേ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. യെസ്. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ഉവ്വ് ആമേൻ എന്ന് പറഞ്ഞാൽ സത്യമായും അത് സംഭവിക്കും എന്നാണ്.
വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം പലതുകൊണ്ടും വ്യത്യസ്തമായ പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം പലതിൻ്റെ ആരംഭമായിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം പലതിൻ്റെ അവസാനമായിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നാം വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും കത്തിയഴിഞ്ഞു മാറുന്നു, പുത്തനാകാശവും പുത്തൻ ഭൂമിയും വെളിപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമിയിൽ പാപം പ്രവേശിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഭൂമിയിൽ നിന്ന് പാപം നീക്കപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമിയിലേക്ക് ശാപം പ്രവേശിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഭൂമിയിൽ നിന്ന് ശാപം നീക്കപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ കണ്ണുനീർ ചാലുകൾ വീഴ്ത്തുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ കൈയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കണ്ണുനീർ തുടച്ചു മാറ്റുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ ഏദൻ പർദീസിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇതാ മനുഷ്യരോട് ദൈവത്തിൻ്റെ കൂടാരം, ദൈവം താൻ അവിടെ ദൈവമായിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ സാത്താൻ ജയാളിയാകുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ സാത്താൻ പരാജയപ്പെടുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സാത്താൻ മേൽ ജയം ഘോഷിക്കുന്നു. ഈ കൺവെൻഷൻ്റെ അവസാന രാത്രി ഇവിടെ വന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അല്പകാലഘട്ടത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ഭവനത്തിൽ പിശാച് ജയിക്കുന്നതായി തോന്നിയാലും ആത്യന്തിക വിജയം പിശാചിനല്ല, യേശുവിനത്രേ. കൈകൾ അടിച്ച് വാ തുറന്ന് ഹല്ലേലൂയ, അന്യഭാഷ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, പിശാചേ നിനക്കല്ല ജയം, എനിക്കാണ്, എൻ്റെ കർത്താവിനാണ്, സഭയ്ക്കാണ്, യേശു കർത്താവിനാണ്. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, പിശാച് തോറ്റവനാണ്, യേശു ജയിച്ചവനാണ്, സഭയ്ക്കാണ് ജയം, യേശുവിനാണ് ജയം. സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയെ മനോഹരമായി സൃഷ്ടിച്ചു. സാത്താൻ ഈ ഭൂമിയെ വിരൂപമാക്കി കളഞ്ഞു. പിശാച് വിരൂപമാക്കിയ ഭൂമിയെ പുത്തനാക്കാൻ നമ്മുടെ കർത്താവ് മടങ്ങി വരും. ഞാനെപ്പോഴും പറയാറുണ്ട്, നല്ലൊരു സഭ കാണുമ്പോൾ, നല്ലൊരു ആരാധന കാണുമ്പോൾ, നല്ലൊരു കുടുംബജീവിതം കാണുമ്പോൾ പിശാചിൻ്റെ ചിന്ത എങ്ങനെ തകർക്കാമെന്നാണ്, എങ്ങനെ അത് മുടിക്കാമെന്നാണ്, എങ്ങനെ നശിപ്പിക്കാമെന്നാണ്. ദുഷ്ടപിശാച് വരുന്നത് നിന്നെ ബന്ധിക്കുവാനാണെങ്കിൽ യേശു കർത്താവ് വരുന്നത് ആ ബന്ധനത്തെ അറത്തുവിടുവാനാണ്. ദുഷ്ടപിശാച് വരുന്നത് നിന്നെ ശപിക്കുവാനാണെങ്കിൽ യേശു കർത്താവ് വരുന്നത് ഈ രാത്രി ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റാനാണ്. ദുഷ്ടപിശാച് വരുന്നത് നിന്റെ ജീവനെ കയ്യേറ്റം ചെയ്യുവാനാണെങ്കിൽ യേശു കർത്താവ് വരുന്നത് നിനക്ക് സമൃദ്ധിയായി ജീവൻ തരുവാനാണ്. വിശുദ്ധ ബൈബിൾ പറഞ്ഞു, അറക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനുമാണ് പിശാച് വരുന്നത്. പിശാച് അറത്തുകൊണ്ടിരിക്കുന്നു, മുടിച്ചുകൊണ്ടിരിക്കുന്നു, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നു. അപ്പനും അമ്മയും നമ്മളെ ബന്ധം തകർക്കുന്നു, ഭാര്യ ഭർത്തൃബന്ധം തകർക്കുന്നു, ജീവനെ കയ്യേറ്റം ചെയ്യുന്നു, കൂട്ട ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പിള്ളേരെയും കൊന്ന് അവരും ചാകുക, കരുത്തറുത്ത് കൊല്ലുക. ഈ അടുത്ത ദിവസത്ത് കണ്ടില്ല, എന്തോ ഒരു ക്രൂരതകളാണ്. ഇവിടെ തിരുവനന്തപുരത്ത് നടന്നില്ലേ, 4 കുഞ്ഞുങ്ങൾ, 18 വയസ്സിന് താഴെയുള്ള 4 കുഞ്ഞുങ്ങൾ. അപ്പൻ അമ്മയെ കൊന്നു, മത്സ്യത്തിൻ്റെ കരുത്തറക്കുന്ന പോലെ, മീൻ കണ്ടിക്കുന്ന പോലെ. എന്നിട്ട് ആരും പോയി റെയിൽവേ ട്രാക്ക്. ഈ 4 കുഞ്ഞുങ്ങൾക്ക് ഇനി ആരാ ഉള്ളത്? അതേ പിശാച് വരുന്ന അറക്കാനാ, മുടിക്കാനാ, നശിപ്പിക്കാനാ. യേശു വരുന്ന സമൃദ്ധിയായി ജീവൻ തരുവാനാ. കയ്യൊന്നുയർത്തിയ ശക്തിയോടെ സ്തോത്രം പറഞ്ഞ്. കുറേ നാളുകൾക്ക് മുമ്പ് ഈ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് കേട്ട് കാണും, ഒരു IG പൂജാമുറിയിൽ കയറി സ്വന്തം മാർവിലേക്ക് വെടിയുണ്ട വായിച്ച് സൂയിസൈഡ് ചെയ്തു. IG ഗോപിനാഥ്. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മനോരമ പത്രത്തിൽ വരും. IG ഗോപിനാഥ്. IG എന്നൊക്കെ പറഞ്ഞ് ഏത് പദവി ഇരിക്കുന്ന ആളാണ്, അത്രയും ഉന്നതന്മാർ ചങ്ങാത്തമുണ്ട്. അദ്ദേഹം പൂജാമുറിയിൽ കയറി സർവീസ് റിവാൾവർ നെഞ്ചോട് വെച്ച് തലയ്ക്ക് വെച്ച് വെടിവെച്ചെടുത്തു. അവിടെ പൂജാമുറി മരിച്ചു കിടന്നു. അപ്പോൾ 2 കാര്യം ഞാൻ പലയിടത്തും പറയും. ഒന്ന്, IG ഗോപിനാഥ് മരിക്കാൻ കാരണമായി എഴുതിയത് കടഭാരം, അമിതമായ കടഭാരം നിമിത്തം. ഞാൻ ഈ രാത്രി നാട്ടുകാരോട് പറയാം, അദ്ദേഹത്തേക്കാൾ കൂടുതൽ കടഭാരമുള്ളവരിനകത്ത് വന്നിട്ടുണ്ടായിരിക്കാം. ഞങ്ങൾ ആത്മഹത്യ ചെയ്യത്തില്ല. ദൈവം നമ്മുടെ കടഭാരം മാറ്റാൻ ശക്തനായവനാണ്. ഒരു വഴി ദൈവം തുറക്കും. 2, IG ഗോപിനാഥ് ആത്മഹത്യ ചെയ്തത് പൂജാമുറിയിൽ കയറിയിട്ടാണ്, പ്രാർത്ഥനാ സ്ഥലത്ത് കയറി. ഞങ്ങൾ ഈ നാട്ടുകാരോട് പറയട്ടെ, എൻ്റെ ദൈവമായിരുന്നെങ്കിൽ അതിനനുവദിക്കത്തില്ല. വിശുദ്ധ ബൈബിൾ വെളിപ്പെടുന്ന സത്യ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിച്ച ശേഷം
ഒരൊറ്റ ദൈവവേദിലും ആത്മഹത്യ ചെയ്ത ചരിത്രമില്ല. ഉണ്ടോ പാസ്റ്ററെ? കർത്താവ് ഞാൻ പിണങ്ങിയിരിക്കുകയാണോ പാസ്റ്റർ? ഉണ്ടോ? ഇല്ല. കർത്താവ് ഞാൻ കെട്ടിത്തൂങ്ങാൻ പോവാന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രാർത്ഥിച്ചായിട്ട് അറിയാവോ? ഇല്ല. എന്നാൽ ചാകാൻ പോയവനൊക്കെ പ്രാർത്ഥനയാൽ തിരികെ വന്നിട്ടുണ്ട്. കുമളിക്കടുത്തൊരു സ്കൂൾ മാഷ്, സ്കൂൾ അധ്യാപകൻ, കടഭാരമേറിയിട്ട് വീട്ടാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ ഒരു സന്ധ്യവേളയിൽ ഉഗ്രം വിഷം വാങ്ങി മടുക്കുത്തിൽ വെച്ച് കൊണ്ടുപോയി. ഭാര്യ അറിയാതെ, മക്കളറിയാതെ ആ കഞ്ഞിക്കലത്തിൽ കലക്കാനായിരുന്നു. അന്ന് ഭാര്യ അറിഞ്ഞില്ല വിഷം വാങ്ങിയത്. പക്ഷേ സന്ധ്യ ആയപ്പോൾ ഒരു പാവപ്പെട്ട ദൈവദാസൻ ഇതുവഴി പോവുക. വീടുകൾ കയറി സുവിശേഷം പറയുന്നൊരു പാവപ്പെട്ട ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ തുണിസഞ്ചിയിൽ ലഘിലയൊക്കെ നിറച്ച് ഈ വീടിൻ്റെ അടുക്കലെത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ദൈവദാസനോട് പറഞ്ഞു, മോനെ ഈ വീട്ടിൽ കയറി നീ പ്രാർത്ഥിക്കണം, എനിക്ക് ചില പ്രവർത്തികളിലൂടെ ചെയ്യാനുണ്ടെന്ന്. ആ ദൈവദാസൻ കയറി സന്ധ്യയായിട്ടും. മനസ്സിലായോ? നിങ്ങൾക്ക് വലിയ വേദശാസ്ത്ര ഡിഗ്രി ഒന്നും ഇല്ലെങ്കിലും ദൈവശബ്ദം കേൾക്കാനുള്ള കാത് നിങ്ങൾക്കുണ്ടോ? അനുസരിക്കാനുള്ള മനസ്സുണ്ടോ? ദൈവം നിങ്ങളെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ഈ മനുഷ്യൻ അവിടേക്ക് എന്നു കുറച്ചു നേരം സുവിശേഷം പറഞ്ഞു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സ്കൂൾ മാഷ് അധ്യാപകൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഭയങ്കരമായി കരയുകയാണ്. പ്രാർത്ഥന അവസാനിച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, പ്രിയ പാസ്റ്റർ, ഈ വൈകിട്ട് 6:30 മണിക്ക് നിങ്ങളെ എൻ്റെ വീട്ടിൽ വിട്ടത് ജീവിക്കുന്നൊരു ദൈവമാണ്. നിങ്ങളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ നാളെ ഈ നാട് ഞെട്ടുമായിരുന്നു. എനിക്ക് 6 മക്കളുണ്ട്, ഭാര്യയുണ്ട്, മക്കളും ഭാര്യ ഉൾപ്പെടെ 8 പേരാ. നാളെ ഈ നാട് ഞെട്ടുമായിരുന്നു. 8 ശവങ്ങൾ ഇവിടെ ചെതറിക്കിടക്കുമായിരുന്നു. കഞ്ഞിക്കലത്തിൽ, അത്താഴക്കലത്തിൽ വിഷം കലക്കി എൻ്റെ ഭാര്യയെയും മക്കളെയും കൊല്ലാൻ ഞാൻ തീരുമാനിച്ചതാ. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് നിങ്ങളെ വിട്ടത് ജീവിക്കുന്ന ദൈവമാണ്. എനിക്കുള്ള സന്തോഷം ഞാൻ പറയാം. അപ്പൻ വിഷം കൊടുത്തു കൊല്ലാൻ തീരുമാനിച്ച 6 കുഞ്ഞുങ്ങളിൽ 3 കുഞ്ഞുങ്ങൾ ഇന്ന് യേശുവിനെ പ്രസംഗിക്കുന്ന സുവിശേഷ വേലക്കാരാണ്. ഓ ഷൗറുഖൂനിയ. പിശാച് വരുന്ന അറക്കുവാനാണ്, പിശാച് വരുന്ന മുടിക്കുവാനാണ്, പിശാച് വരുന്ന നശിപ്പിക്കാനാണ്. യേശു വരുന്ന സമൃദ്ധിയായി ജീവൻ തരുവാനാണ്. യേശു വരുന്ന ബന്ധനമഴിക്കാനാണ്. എല്ലാവരും അല്പസമയം കണ്ണുകൾ അടച്ചാട്ട്, കൈകൾ അടിച്ചാട്ട്, യേശുവിൻ്റെ നാമത്തിൽ പിശാച് കെട്ടിയ ചില കെട്ടുകൾ ഇന്ന് രാത്രി ഇവിടെ അഴിയട്ടെ. ഈ ശബ്ദപരിധിയിൽ എവിടൊക്കെ കേൾക്കുന്നോ നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ ആശ്വാസം പ്രാപിക്കട്ടെ. മരിക്കാനിരിക്കുന്ന ജീവിതങ്ങൾ ജീവൻ പ്രാപി. എല്ലാവരും ശക്തിയോടെ വാ തുറന്ന് കൈകളടിച്ച് അന്യഭാഷ ശക്തിയോടെ സ്തോത്രം പറയാം. ഹല്ലേലൂയ. സുവിശേഷം ബന്ധനമഴിക്കുന്നതാ, സുവിശേഷം ജീവൻ നൽകുന്നതാ, സുവിശേഷം ശാപം മാറ്റുന്നതാ. ശക്തിയോടെ സ്തോത്രം പറ. സുവിശേഷം പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുന്നതത്രേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം എഴുതിയത് ആരാണെന്നും ഇവിടെ വെച്ചാണെന്നും ഒക്കെ അറിയാം. എൻ്റെ 9-ാം വാക്യം വായിച്ചാൽ അറിയാം. നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ് നേരത്തെ തരണമെന്ന്, എന്തായാലും ഇന്നലത്തെ നിനക്ക് 5 മിനിറ്റ് നേരത്തെ തന്നു. സന്തോഷം. പതിവായി സ്കൂളിൽ താമസിച്ചു പോകുന്നൊരു കൊച്ചനോട് അന്നത്തെ ടീച്ചർ പറഞ്ഞു, ഇവിടെ നിൻ്റെ ശിക്ഷ നീ പറയാൻ, നിൻ്റെ ശിക്ഷ നിനക്ക് ഇന്ന് എന്താ ശിക്ഷ തരണ്ടേ, എന്നും താമസിച്ചായിരുന്നു. അവനോട് പറഞ്ഞു, നിൻ്റെ ശിക്ഷ എന്താ നീ പറയാം. അവൻ പറഞ്ഞു, ഇന്ന് തന്നെ 1 മണിക്കൂർ നേരത്തെ വിടണം. ശിക്ഷ. നമ്മൾ താമസിച്ച് വന്നാലും നേരത്തെ പോകണമെന്ന് ആഗ്രഹമുള്ള ഇവിടെയല്ല കല്യാണത്തിനൊക്കെ. അയ്യോ, ഇവിടുത്തെ കല്യാണമൊക്കെ എൻ്റെ പൊന്നെ 11:30 ഇവിടുത്തെ ആളുകൾക്ക് ശാപ്പാടടിക്കണം. ഞാനത് മാറ്റിക്കൊണ്ടിരിക്കുക. അവർക്കൊക്കെ അറിയാം. ഞാനിപ്പം അച്ഛനൊക്കെ അറിയാമല്ലോ, ഞാൻ വന്നു കഴിഞ്ഞാൽ ആ ഓഡിറ്റോറിയൊക്കെ കയറി ഓണത്തിന് ഞാൻ എഴുന്നേൽപ്പിക്കത്തില്ല. ഇത് കഴിഞ്ഞിട്ട് ശാപ്പാടിന് പോയാൽ മതി. ഞങ്ങളൊക്കെ 1 മണിക്കാണ് കഴിക്കുന്നത്. ഇവിടെ ഇതൊക്കെ മാറ്റിയെടുക്കണം നിങ്ങൾ. അതെ, ഞാൻ ഇവിടെ എന്താ നമ്മുടെ കോവളത്തിനപ്പുറം ഇവിടെ വിഴിഞ്ഞം വിഴിഞ്ഞത്തൊരു കല്യാണം നടത്തി കഴിഞ്ഞപ്പം നമ്മുടെ എന്താ പുള്ളിയുടെ പേര്, അദ്ദേഹം പറഞ്ഞു ഇവിടെ റിക്കാർഡാന്ന് പറഞ്ഞു പാസ്റ്റർ. 12 മണി വരെ ആൾ എഴുന്നേക്കാതെ ഇവിടെ ഇരുന്നത് ഒരു റിക്കാർഡാണ്. ഇങ്ങനെ പലയിടത്തും റിക്കാർഡ് വേദിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അങ്ങേയറ്റം ചെല്ലണ്ട. നാളെ എനിക്ക് കല്യാണമുണ്ട് പത്തനാപുരത്ത്. എങ്കിലും മാക്സിമം പറയാവുന്ന കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ കൈ ഉയർത്തി ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. വായിച്ചോ പാസ്റ്ററെ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ഇത് ആരെഴുതി, എവിടെ വെച്ച് എഴുതുന്നൊക്കെ ഉണ്ട്. യോഹന്നാൻ അപ്പോസ്തലനാണ് ഇത് എഴുതിയത് പത്മോസിൽ വെച്ചാണ്, ഏകാം ദ്വീപിൽ വെച്ചാണ്. യോഹന്നാനെ കുറിച്ച് ട്രഡീഷൻ, ക്രിസ്തീയ പാരമ്പര്യം പറയുന്നത്
ഒന്നാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടൊക്കെ സുവിശേഷ ഒത്തിരി പീഡനങ്ങളിലൂടെ സഭ കടന്നുപോയി. അങ്ങനെ ഈ ഡൊമീഷ്യൻ കൈസർ യോഹന്നാൻ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യം നിമിത്തം പത്മോസിലായിരുന്നു. യോഹന്നാൻ അപ്പോസ്തലന് ഏതാണ്ട് അപ്പോൾ 92 വയസ്സ് പ്രായമുണ്ട്. ഈ 92ാമത്തെ വയസ്സിലും അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. അപ്പം സുവിശേഷം പ്രസംഗിക്കാൻ പ്രായം ഒരു തടസ്സമല്ല. ഒരു ദൈവദാസന് ഈ ഭൂമിയിൽ റിട്ടയർമെൻ്റ് ഇല്ല. ഒരു ദൈവദാസൻ പടക്കളത്തിൽ നിന്ന് പർദീസിലേക്ക് പറന്നു പോകുന്നയാളാണ്. മിശോൻ പാസ്റ്ററെ കുറിച്ച് മോൻ പറഞ്ഞപ്പം വണ്ടി ഓടിച്ചൊക്കെ ഇവിടെ വന്നെന്ന് ഞാൻ പൈസയൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ഈ പ്രായത്തിൽ ഓടുന്നല്ലോ ഇല്ലേ. ഈ വേദോസ് ഒരു വാക്കുണ്ട്, ഒരു അമ്മച്ചിയുണ്ട്, അമ്മച്ചിയുടെ പേരാണ് ഹന്ന അമ്മച്ചി. ആ അമ്മച്ചിക്ക് നമ്മുടെ ഒന്നും പ്രായമില്ല, 107 വയസ്സ് പ്രായമുണ്ടായിരുന്നു. നെൽസൺ പാസ്റ്ററെ, ഈ 107 വയസ്സ് പ്രായമുള്ള അമ്മച്ചിയെക്കുറിച്ച് ഈ ബൈബിളിൽ എഴുതിയേക്കുന്നത് ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസം പ്രാർത്ഥന, ഉപവാസം പ്രാർത്ഥന. 107 വയസ്സ് പ്രായമുള്ള അമ്മച്ചിക്ക് ഉപവസിക്കാൻ നല്ല ബലം, പ്രാർത്ഥിക്കാൻ നല്ല ബലം, ആരാധിക്കാൻ നല്ല ബലം. ഇവിടെ 21കാരനോട് ഒരു നേരം ഉപവസിക്കാൻ പറഞ്ഞാൽ അവന് വയറ്റുവേദനയാണ്. പക്ഷെ 107 വയസ്സ് പ്രായമുള്ള അമ്മച്ചിക്ക് ഉപവസിക്കാൻ നല്ല ബലം. നിന്റെ അകത്ത് പരിശുദ്ധാത്മശക്തി വ്യാപരിക്കുന്നെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ പ്രായം ഒരു തടസ്സമല്ല. കയ്യൊന്ന് ഉയർത്തിയാച്ചാ ശക്തിയോട് ആച്ചായനൊക്കെ സ്വോത്രം പറഞ്ഞു കേട്ടോ. കണ്ടോ കണ്ടോ, ഇങ്ങനെ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം 92 വയസ്സ് പ്രായമുള്ള യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ ഡൊമീഷ്യൻ കൈസർ അദ്ദേഹത്തെ പിടിച്ച് തിളച്ച എണ്ണയ്ക്കകത്തിട്ടെന്നാണ് ക്രിസ്തീയ പാരമ്പര്യം. മത്തി വറുത്തെടുക്കുന്ന പോലെ, അയില പൊരിച്ചെടുക്കുന്ന പോലെ അദ്ദേഹത്തെ പൊരിച്ചെടുക്കാനിട്ടതാ, വേവിച്ച് കരിച്ചു കളയിട്ടതാ. പക്ഷെ ദൈവം തമ്പുരാൻ്റെ വലിയ കരം നീണ്ടു വന്ന് ആ തിളച്ച എണ്ണയെ തൊട്ടു. ദൈവത്തിൻ്റെ കരം തൊട്ടപ്പോൾ തിളച്ച എണ്ണ AC റൂമായി മാറി. ദൈവത്തിൻ്റെ കരം നിൻ്റെ കഷ്ടതയെ തൊട്ടാൽ അനുഗ്രഹമായി മാറും. ദൈവത്തിൻ്റെ കരം നിൻ്റെ ഇല്ലായ്മയെ തൊട്ടാൽ സമൃദ്ധിയായി മാറും. ദൈവത്തിൻ്റെ കരം നിൻ്റെ രോഗത്തെ തൊട്ടാൽ സൗഖ്യമായി മാറും. ദൈവത്തിൻ്റെ കരം നിൻ്റെ മരണത്തെ തൊട്ടാൽ ശക്തിയോട് സ്തോത്രം പറ, അത് ജീവനായി മാറും. ഒന്നുകൂടെ കൈകളടിച്ച ദൈവത്തിൻ്റെ മകള് അമ്മ ഇവിടെ ഉണ്ടല്ലോ, ഈ വചനസൂഷ ഇടയിൽ പുതിയൊരു ദൈവശക്തി അവിടെ മേൽ വ്യാപരിക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ഹൃദയമായി ഷറഗ്നിയ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ച് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാ അവസ്ഥയ്ക്കും മാറ്റം വരുത്താൻ കർത്താവിന് കഴിയും, കുതിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയും. എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഡൊമീഷ്യൻ കൈസർക്ക് ഒരു കാര്യം തിളച്ച എണ്ണയ്ക്കകത്തിട്ടിട്ടും യോഹന്നാൻ മരിച്ചില്ല. ഇപ്പം ഡൊമീഷ്യൻ കൈസർക്ക് മാറ്റം മനസ്സിലായി, ഇവനെ അങ്ങനെ ഇങ്ങനെയൊന്നും കൊല്ലാനൊക്കെ ഇല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവൻ പാഷാണത്തിലെ കൃമിയാണ്. ഈ ദൈവമക്കളെ അങ്ങനിങ്ങനൊന്നും ആർക്കും കൊല്ലാനൊക്കത്തില്ല. ഒന്നുകൂടെ പറയാം, ഒരു ദൈവ പൈതൽ എവിടെ മരിക്കണമെന്ന്, എപ്പോൾ മരിക്കണമെന്ന്, എങ്ങനെ മരിക്കണമെന്ന് പിശാചല്ല തീരുമാനിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ്. ക്യാൻസർ വരട്ടെ, ഡയബറ്റീസ് വരട്ടെ, ബ്ലഡ് പ്രഷർ വരട്ടെ, ഹാർട്ട് അറ്റാക്ക് വരട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീ പറ, ക്യാൻസറേ, ഹാർട്ട് അറ്റാക്കേ, ബ്ലഡ് പ്രഷറേ, എൻ്റെ ദൈവം അനുവദിക്കാൻ നിനക്കെന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരാ. ദൈവം അനുവദിക്കാതെ നമ്മളെ കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങളോട് പ്രസംഗിക്കുന്ന നിങ്ങൾക്കറിയാം, ഞാൻ പലപ്പെട്ട നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒത്തിരി വട്ടം നിങ്ങൾ കേൾക്കാറുമുണ്ട്. 2021 കാർഡിയാക് അറസ്റ്റ് വന്നതാണ്. എൻ്റെ ശബ്ദം നിലച്ചെന്ന ഡോക്ടർമാരും വൈദ്യശാസ്ത്രവും ചിന്തിച്ച. പക്ഷേ അതിനുശേഷം ഞാൻ പോയിട്ടുള്ള രാജ്യങ്ങൾ അതിനു മുമ്പ് പോയിട്ടുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതലാണ്. സ്വതന്ത്രം അതിനുശേഷം ഞാൻ കയറി നിന്ന വേറെ ലെവലാണ്. ഇവിടെ കുവൈറ്റ് ചെന്നിട്ട് ഇയാൾക്ക് അറ്റാക്ക് വന്നുകൂടി ആൾ മാറിയല്ലോ. പണ്ടൊരുത്തന്നെ പറഞ്ഞു, ഇടിവറ്റേറ്റപ്പം ഭ്രാന്ത് പോയെന്ന്. ഇടിവെട്ടിയപ്പം ഭ്രാന്ത് പോയി. സ്വതന്ത്രം വല്ല മനസ്സിലായോ? ഇടിവറ്റേറ്റിട്ടപ്പം ഭ്രാന്ത് പോവും. ഈ ഷോക്ക് വന്നു കഴിഞ്ഞാൽ ദൈവീയ വിടുതൽ സംഭവിച്ചാൽ പിന്നെ നീ ആളു മാറിയവനെ പോലെയാകും. അവിടെ കൊണ്ട് തീർന്നില്ല. 3 തവണ അതിനു മുമ്പ് ഏത് മരുന്നും കഴിക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷേ അലർജി മെഡിസിൻ അലർജിയായി. ഒരു ഇത്രയുള്ളൊരു ഗുളിക പെയിൻ കില്ലർ പോലും കഴിച്ചാൽ ഞാൻ താഴെ വീഴും. 3 തവണ വീണു അറിയാതെ, കൊളാപ്സായി, ICUവിലായി.
ആളായി ഇന്ന് പ്രസംഗിക്കുന്നത്, സ്റ്റെൻഡിട്ടായി പ്രസംഗിക്കുന്നത്. എല്ലാം മനസ്സിലായോ? നീ വായിക്കോട്ടയും വിട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ നീ ഇങ്ങനെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നമ്മൾ ഉറക്കം തൂങ്ങുക. നാളെ ദൈവദാസൻ പറയും ഇനി എന്നെ വിളിക്കരുത്, എനിക്കിപ്പോൾ സൗകര്യമില്ല അങ്ങോട്ട് വരാൻ. സ്തോത്രം. പിന്നെ നമ്മൾ പെന്തക്കോസ്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് മോളെ, നീ എത്ര കേൾക്കുന്നതിൻ്റെ പ്രത്യേകത. ഉറങ്ങി താഴെ വീണാലും എഴുന്നേറ്റ് വരുമ്പോൾ 2 സ്തോത്രം കൊണ്ടേ വരത്തുള്ളൂ. സൂത്രത്തിലുണ്ട് സ്തോത്രം. ഇത് കേൾക്കുമ്പോഴേ അറിയണം അമ്മച്ചി 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ട് വരും. ഈ ബഹളങ്ങളുടെ ഇടയിൽ ഉറങ്ങാൻ കഴിയുന്ന ബഹളങ്ങളുടെ ഇടയിൽ, ഞാൻ സത്യം പറയാം മൈക്കുകാരെ നന്ദി, ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ പരിപാടി നടക്കത്തില്ല. തൊട്ടടുത്ത് ഞാൻ പറഞ്ഞു സംസാരം ഇന്ന് എത്തോടെ നേരെ വച്ചടിച്ച് ഞാൻ ഉറങ്ങിയേ ഇല്ല, നിങ്ങൾ പാട്ട് കേട്ടവിടെ കിടക്കുക. ഇതാ എനിക്ക് അനക്കം കേട്ടത്. ഇത് ബഹളങ്ങളുടെ ഇടയിൽ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നൊരു കൂട്ടർ. ഇതിപ്പം 15,000-20,000 വാട്സ് വെച്ച് അടിക്കുന്നത്, അതിൻ്റെ ഇടയിരുന്ന പണ്ടടിക്കുക ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുക ഒരു സഭയെ. ആകെ 12 പേരേ ഉള്ളൂ. തമ്പേരടിച്ച് ഭയങ്കര ആരാധന. നാട്ടുകാർ പോലീസിൽ അറിയിച്ചു ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. പോലീസ് അന്വേഷിക്കാൻ വന്നു സാമ്പാസ്റ്ററെ. അന്വേഷിക്കാൻ വന്നപ്പോൾ സംഗതി സത്യമാണ്, 12 പേരേ ഉള്ളൂ, തമ്പേരടിച്ച് ഭയങ്കര ആരാധന. പക്ഷേ അതിനിടെ 2 ഇരുന്ന് ഉറങ്ങുക. SI പറഞ്ഞു പോയി പണി നോക്ക്, നിങ്ങൾക്കല്ലേ ഉറങ്ങാൻ കൊയ്യാത്ത, അങ്ങോട്ടേ അതിനിടെ ഇരുന്ന് 2 ഉറങ്ങുന്നുണ്ട്. ഇപ്പം ഈ ലൈവ് ഉള്ളതുകൊണ്ടൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? ഈ ദൈവമക്കളിങ്ങനെ കൈയടിച്ച് അങ്ങോട്ട് ആരാധിച്ച് നല്ല ശക്തിയോടെ നിൽക്കുമ്പോൾ ചില ഉപദേശിമാർ ഉറങ്ങി താഴോട്ട് പോകുന്നത് ലൈവായി ജർമ്മനി ഇരുന്ന് കാണും. ഓർത്തോണം, കർത്താവ് വരാറായെന്ന് പറയുമ്പോൾ അമ്മാമ്മ ആന്ന് വിടുന്നത് UK ഇരുന്ന് മോള് കാണുമെന്നേ. എല്ലാവരും ഉടന്നതിനായി സ്തോത്രം. ഒന്നുകൂടെ കൈയടിച്ചേ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ദൈവത്തിൻ്റെ കരം നിന്നെ തൊട്ടാൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സമയത്തിന് മുമ്പ് നിന്നെ കൊണ്ടുപോകാൻ ഒരു ശക്തിയും കഴിയില്ല. കൈയടിച്ചോ, ശക്തിയോടെ സ്തോത്രം പറഞ്ഞോ. ദൈവം പറഞ്ഞ നാളത്തെ നമ്മളിവിടെ കാണും, അവന്റെ നാമത്തെ ഉയർത്തും. ഹല്ലേലൂയ. രമേശൻ കൈസർ അദ്ദേഹത്തെ നാട് കടത്തി. എവിടേക്കാ? പത്മോസ് ദ്വീപിലേക്ക്. പത്മോസിൻ്റെ പ്രത്യേകത വിഷപ്പാമ്പുകളും തേളുകളുമുള്ള സ്ഥലം. മുമ്പ് നാട് കടത്തിയ ആളുകളുടെ എല്ലും മുട്ടുള്ള സ്ഥലം. ആ സ്ഥലത്തിൽ ഏകാന്ത സ്ഥലത്തേക്ക് അദ്ദേഹത്തെ വിട്ടു. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയേക്കുന്ന കർത്തു ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി. അവൻ ആത്മവിവശനായി സ്വർഗം തുറന്ന് സ്വർഗദൂതുമായി സ്വർഗസ്ഥനായവൻ അവൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. ഞാനിന്ന് രാത്രി വിളിച്ചു പറയാൻ, ഡൊമീഷ്യൻ കൈസറെ, നിൻ്റെ രാജ്യത്തു നിന്ന് യോഹന്നാനെ നാട് കടത്താൻ നിനക്ക് കഴിയും. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അവനെ നാട് കടത്താൻ ഒരു ശക്തിയും കഴിയില്ല. യോഹന്നാൻ എഫെസോസ് സഭയുടെ പാസ്റ്റർ ആയിരിക്കുമ്പോഴാണ് ഈ നാട് കടത്തുന്നത്. സഹവിശ്വാസികൾക്കോ സഹശുശ്രൂഷകന്മാർക്കോ യോഹന്നാൻ്റെ അരികിൽ ചെല്ലാൻ കഴിയില്ല. പക്ഷെ ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്തടത്ത് കടന്നു ചെല്ലുന്നൊരുവനുണ്ട്. അവനാണ് നീ സേവിക്കുന്ന ദൈവം. എത്ര പേർക്ക് വാതുറന്ന് ശക്തിയോട് സ്തോത്രം കടയാൻ കഴിയും? ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ഭർത്താവിനെ ഓപ്പറേഷനിൽ പ്രവേശിക്കുന്നു. ഈ അമ്മ അതൊക്കെ അനുഭവിച്ചതല്ലേ. അവിടേക്ക് ഭർത്താവിന് ആഗ്രഹം ഉണ്ടെങ്കിലും ചെല്ലാനൊക്കില്ല, ഭാര്യയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ചെല്ലാനൊക്കില്ല. നിങ്ങളുടെ മകൻ ദൂരെയാ, അല്ലെ മോള് ദൂരെയാ, പെട്ടെന്നൊരു ഫോൺ കോൾ, മോന് സൗഖ്യമില്ല, മോക്ക് സൗഖ്യമില്ല. പ്രാവിനുള്ള പോലെ ചിറകൊണ്ടേ പറന്നു പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, സാധിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തടത്ത് കടന്നു ചെല്ലുന്നൊരുവനുണ്ട്. നീ നിൻ്റെ റൂമിൽ മുട്ടുകുത്തി കരഞ്ഞാൽ, നീ നിൻ്റെ റൂമിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ, നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്തേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു ചെല്ലും. എല്ലാവരും ശക്തിയോട് സ്തോത്രം പറഞ്ഞു. മെഡിക്കൽ കോളേജിൻ്റെ ICU വാർഡവന് പ്രശ്നമല്ല, കാരാഗ്രഹവന് പ്രശ്നമല്ല, ഓടുന്ന ട്രെയിനോ പറക്കുന്ന പ്ലെയിനോ അവന് പ്രശ്നമല്ല. നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് ദൈവസാന്നിധ്യം കടന്നു ചെല്ലും. വിശ്വസിക്ക്. ഇന്ന് രാത്രി ഇവിടെ സ്തോത്രം പറയുമ്പോൾ നിങ്ങളുടെ മക്കൾ എവിടെയാണോ അകലങ്ങളിൽ, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ യേശുവിന് കഴിയും. ദൈവത്തിൻ്റെ പദ്ധതി നിറവേറും വരെ നിങ്ങളെ കൊല്ലാനും കഴിയില്ല. സ്തോത്രം. ഈ ലൂക്കോസ് വിശേഷം 13-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഹെരോദാവ് യേശുവിനെ വായിച്ചേ പാസ്റ്റർ, 13:31 വായിച്ചേ. നിന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു പറഞ്ഞു. ആ നാഴികയിൽ തന്നെ പരീശന്മാർ അടുത്തു വന്ന് ഇവിടം വിട്ട് പൊയ്ക്കൊള്ളുക, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട് നിങ്ങൾ പോയി ആ സാറിനോട് പറയാനാണോ പറഞ്ഞത്? ആണോ? നിങ്ങൾ പോയി സാറിനോട് പറയാനല്ല, നിങ്ങൾ പോയി
ആ കുറുക്കനോട് പറ, ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും ഭൂതങ്ങളെ പുറത്താക്കുകയും. ആരും കയറി കുറുക്കാന്നൊന്നും വിളിച്ചുകളയല്ലേ, കർത്താവ് പറഞ്ഞു. ഇന്നും നാളെയും മറ്റന്നാളും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും മൂന്നാം നാളിൽ സമാപിക്കുകയും ചെയ്യും. അടുത്ത വാക്യം, എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. അടുത്തത്, യെരൂശലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവ്യമല്ലോ. കർത്താവിന് അറിയാം അവൻ എവിടെയാണ് മരിക്കുന്നത്, എപ്പോഴാണ്. ഞാൻ പറഞ്ഞു കേൾക്കുന്നു, ഒരു ദൈവം ഇതിൽ എവിടെ മരിക്കണമെന്ന് സാത്താനുള്ള തീരുമാനിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ഈയിടെയാണ് ഞാൻ എൻ്റെ ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ യോബിൻ്റെ പുസ്തക വാക്യം, എൻ്റെ മാസങ്ങൾ നിൻ്റെ മുമ്പിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഭൂവിൽ നിങ്ങൾക്കും എനിക്ക് ഇനി എത്ര മാസം കൂടെ ഉണ്ടെന്ന് അറിയുന്നവൻ സ്വർഗത്തിലിരിക്കുന്നവനാണ്. നമുക്കറിയില്ല. മൈ ഡേയ്സ് ആർ ദൈ ഹാൻഡ്. മറ്റൊരു വാക്യമാണ്, എൻ്റെ ദിവസങ്ങൾ നിൻ്റെ കയ്യിലാണ്, പിശാചിൻ്റെ കയ്യിലല്ല. അതുകൊണ്ട് ധൈര്യമായി സ്തോത്രം പറഞ്ഞു, നീ എത്ര നാൾ ഇവിടെ കാണണമെന്ന് തമ്പുരാനാണ് തീരുമാനിക്കുന്നത്. ദമേശൻ കൈസർ തിളച്ച എണ്ണയ്ക്കകത്തിട്ടു, പക്ഷെ അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല. പത്മോസിൽ സ്വർഗം തുറന്ന് സ്വർഗദൂതുമായി സ്വർഗസ്ഥനായവൻ അവൻ്റെ അരികിൽ വന്നു. ഞാൻ എപ്പോഴും പറയും, ദൈവമേ, ഇതിലെ ഈ ജീവിതയാത്ര ഉണ്ടാകുന്ന ഏകാന്തതകളും ഒറ്റപ്പെടുത്തലും നിന്നെ തകർക്കാൻ വേണ്ടിയുള്ളവയല്ല, പുതിയ ദർശനം നൽകി നിന്നെ വഴി നടത്താൻ വേണ്ടിയുള്ളവയാണ്. ജീവിതത്തിൽ ഏകാന്തതകളും ഒറ്റപ്പെടുത്തലും ഒക്കെ വരുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ദൈവത്തെ ചോദ്യം ചെയ്യാതെ മുട്ടിമേ നിൽക്കുക. മേലാൾ സംഭവിപ്പാനുള്ള ദൈവം നിനക്ക് തരും. യോഹന്നാൻ പത്മോസിലായിരുന്നെങ്കിൽ അന്നത്തെ പ്രസംഗം ആ സഭയ്ക്ക് വേണ്ടി മാത്രമായേനെ. യോഹന്നാൻ എഫെസോസിലായിരുന്നെങ്കിൽ, പത്മോസിലായതുകൊണ്ട് ആ ദൂത് ലോകത്തുള്ള സകല ദൈവസഭയ്ക്കുമായി മാറി. എന്തുകൊണ്ട് യോഹന്നാൻ ഈ ദർശനം നൽകി? വെളിപ്പാട് പുസ്തകം എഴുതാൻ ദൈവം എന്തുകൊണ്ട് യോഹന്നാനെ തിരഞ്ഞെടുത്തു? യോഹന്നാൻ്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ ദർശനമാണ്. ആ ദർശനം യോഹന്നാന് നൽകാൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഒന്നുകൂടെ വായിച്ചേ, 1:9. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും. പദങ്ങൾ ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും സഹിഷ്ണുതയിലും കൂട്ടാളി, രാജ്യത്തിലും കൂട്ടാളി. മനസ്സിലായോ? അതായത് 4 സുവിശേഷങ്ങളുണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ദൃക്സാക്ഷിവരണം നൽകുന്നത് യോഹന്നാൻ അപ്പോസ്തലനാണ്. കൂടെ ചാകാൻ നടന്ന പത്രോസും വീരവാദം പറഞ്ഞ അന്ത്രയോസും എല്ലാം ഓടിപ്പോയപ്പോഴും യോഹന്നാൻ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷനിൽ 3 തവണ എഴുതിയിട്ടുണ്ട്, യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ നിന്നിരുന്നു എന്ന് പറഞ്ഞ്. യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിനെ സ്നേഹിച്ചതല്ല, യേശു സ്നേഹിച്ചു. ദൈവസ്നേഹം അകത്തായ ദൈവം, ഇതിലെ ലോകം നിനക്ക് കുരിശേ തരുള്ളൂ. ലോകം കുരിശ് തന്നാലും യേശുവിനെ വിട്ട് ഓടിപ്പോകാത്തവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറയണം. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ്ലീഗ വെല്ലുവിളിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? 17 കൂട്ടം കാര്യങ്ങൾ, കഷ്ടതയ്ക്കോ ആപത്തിനോ വാളിനോ നഗ്നതയ്ക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റു യാതൊരു ശക്തിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, നമ്മെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് ഉറക്കെ പറ. ഞാൻ ഉറച്ചിരിക്കുന്നു. കണ്ടോ? 17 കൂട്ടം കാര്യം, കഷ്ടത, പട്ടിണി, ആപത്ത്, വാള്, നഗ്നത. പിശാചേ, നിൻ്റെ കഷ്ടതയ്ക്കും നിൻ്റെ പട്ടിണിക്കും നിൻ്റെ ആപത്തിനും നിൻ്റെ വാളിനും നിൻ്റെ നഗ്നതയ്ക്കും എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ല. അത് നിർത്തിയിട്ട് പിന്നെ തുടങ്ങി, ഇപ്പോഴുള്ളതോ വരാനുള്ളതോ, ഉയരത്തിനോ ആഴത്തിനോ, മരണത്തിനോ ജീവനോ. ഒന്നൊന്നും ഓപ്പോസിറ്റാ. ഉയരം ആഴം, മരണം ജീവൻ, ഇപ്പോഴുള്ളതോ വരാനുള്ളതോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കഷ്ടത മാറി ഇതിനേക്കാൾ നല്ല സമൃദ്ധി വന്നാലും, ഇന്നത്തെ സമൃദ്ധി മാറി കഷ്ടത വന്നാലും, ഇപ്പോഴത്തെ ഭരണം മാറി വേറെ ഭരണം വന്നാലും, എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ഒരു ശക്തിയും കഴിയില്ല എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ നിർത്തുന്നത് കൊടുക്കവാങ്ങലല്ല, കിട്ടുന്ന നന്മ വെച്ചല്ല. കൂടുതൽ കർമ്മ കിട്ടിയാൽ കൂടുതൽ സ്തോത്രം, കിട്ടിയില്ലേ സ്തോത്രമില്ല. അല്ല, അത്തിവൃക്ഷം തളർത്തില്ലേലും മുന്തിരിവള്ളിയിൽ ഫലമില്ലേലും ഗോശാലയിൽ കന്നുകാലിയില്ലേലും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. യേശുവിനെ സ്നേഹിക്കാൻ ഇറങ്ങുന്നവൻ അതാ തീരുമാനം.
വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ സേവിക്കും. ഓ, ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. രക്ഷപ്പെട്ടാലും പെട്ടില്ലേലും, കുടുംബം ഉയർന്നാലും ഉയർന്നില്ലേലും, ജോലി കിട്ടിയാലും കിട്ടിയില്ലേലും യേശുവിനെ സ്നേഹിക്കും. ദൈവസ്നേഹവാകത്തായ ഒരു ദൈവപൈതലിനെ മാറ്റാൻ കഴിയില്ല. കുറേ നാൾ നടന്നിട്ട് ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞ് പോകുന്ന മാർഗ്ഗമല്ല. ഞാനൊരിക്കൽ ഡൽഹി ചെന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ സ്വാഭാവികരിക്കാൻ പറയാം, കുറേ നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നെന്ന്. കുറേ നാൾ എന്താ ആ കുറേ നാളായിരുന്നപ്പം ജോലി കിട്ടും, മുങ്ങിയ ജോലി കിട്ടും, മുങ്ങിയ അവനെ അറിയാവോ സ്നാനം, മുങ്ങിയ ജോലി കിട്ടുമെന്ന് പറഞ്ഞു. മുങ്ങി, എന്നിട്ട് ജോലി കിട്ടിയില്ല, അത് ഞാനിക്ക് പോരുന്നെന്ന്. മുങ്ങിയ ജോലി കിട്ടുന്ന മാർഗമല്ലിത്. ജീവനെ അർപ്പിക്കേണ്ടി വന്നാലും അതിന് തയ്യാറാകുന്ന മാർഗമാണിത്. സ്വതന്ത്രം കൈവർത്തിയ ശക്തിയോട് ദൈവത്തെ സൂചിച്ചേ. യേശുവിൻ്റെ സ്നേഹമകത്തായവന് പോകില്ല. കുറേ നാൾ മുമ്പ് കർസേവ എന്തുവാ അങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം തിരിച്ചു കൊണ്ടുപോവാം എന്താ എത്ര കൊല്ലം തിരിച്ചു പോയി? കർവാബസി ആരോണ്ടൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞിടാ, ഈ പാൽപ്പൊടി കിട്ടാനും പണ്ടൊക്കെ എങ്ങനെയുണ്ട്, പശുവിനെ കിട്ടാനും വീട് വെക്കാനും പെണ്ണിനെ കെട്ടിക്കാനും ഒക്കെ ഇറങ്ങിയവരൊക്കെ ആരെങ്കിലും ഉണ്ടെന്ന് നിനക്ക് കിട്ടും. യേശുവിൻ്റെ സ്നേഹമകത്തായവനെ ഒരുത്തനെ നിനക്ക് കിട്ടത്തില്ല. കാരണം ഞങ്ങൾ ഈ മാർഗത്തിന് വേണ്ടി ഇതുകൊണ്ട് ജീവിക്കാൻ ഇറങ്ങിയവരല്ല, ഇതിനു വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ ഇറങ്ങിയേക്കുന്നവരാണ്. കൈയൊന്നുയർത്തിയ ശക്തിയോടെ സഹോദരൻ പറ. സത്യവചനം കേട്ടു നിവാ, നിത്യജീവൻ നിനക്കേകിടുമേ. കൈയടിച്ചേ. സത്യവചനം കേട്ടു നിവാ, ഹല്ലേലൂയ. നിത്യജീവൻ നിനക്കേകിടുമേ. നിന്നൊരു വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ യേശുവിനെ വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ യേശുവിനെ വിളിച്ചിടുന്നു. ഓ, കെട്ടിയ വീടോ നിലം പോലോ, കണ്ടിടോ മുറ്റോ ഉടയവരോ, കെട്ടിയ വീടും നിലം പോലോ, മുറ്റോ ഉടയവരും മുഴുവിട്ടു ജീവൻ പോയാ കൂടെ വരാതെ വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ യേശുവിനെ വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ ഉലകമായ ഉലകമായ അഴകു സമോ അതു നമ്പാതെ മയക്കുന്നിന്റെ. ഉലകമായ അഴകു സമോ അതു നമ്പാതെ മയക്കുന്നിന്റെ. മരണം ഒരു നാൾ വന്നിടുമേ, മറക്കാതെ രക്ഷകനേ. മരണമൊരു നാൾ വന്നിടുമേ, മറക്കാതെ രക്ഷകനേ. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശുവിനെ വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശുവിനെ വിളിച്ചിടുന്നു. വാനത്തിൻ്റെ ഭൂമിയിലെ വാനവരേശു, വാനത്തിൻ്റെ ഭൂമിയിലെ വാനവരേശു നാമമന്യേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ.
വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. ഒരു ദിവസം മുമ്പേ യേശുവിനെ അറിയുന്ന ഭാഗ്യമാണ്. ഒരു ദിവസം മുമ്പേ ദൈവകൽപ്പന അനുസരിക്കുന്ന ഭാഗ്യമാണ്. കാരണം ഈ പോകുന്ന ശ്വാസം അകത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നൊരു കരമുണ്ട്. ഈ മോനച്ചനെന്ന ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ കാണാതൊരു കരം ആ ശ്വാസം തണ്ട്. ഒരു തവണ ആ ശ്വാസം തള്ളിയില്ലേ ഇവിടെ പിടഞ്ഞു വീഴും. ഇവിടെ 50 ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്ക് എന്നെ സഹായിപ്പാൻ കഴിയില്ല. യോബിൻ്റെ പുസ്തകം പറഞ്ഞു, ദൈവമേ ജീവനും കൃപയും എനിക്ക് നൽകി, നിൻ്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. അതേ സഹോദരി, നിൻ്റെ ശ്വാസം, നിൻ്റെ കുഞ്ഞിൻ്റെ ശ്വാസം പരിപാലിക്കുന്നൊരു സ്വർഗമുണ്ട്. കയ്യൊന്നുയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം. യേശുവിന് വേണ്ടി നിൽക്കുക, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക. 1-ാം അധ്യായം, സമയം പോയി. 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ ദർശനമാണ്. അത് കൊടുക്കാൻ കാരണം കർത്താവിൻ്റെ കഷ്ടതയിൽ അവൻ കൂട്ടാളിയായി. എല്ലാവരും ഓടിപ്പോളും ക്രൂശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ നിന്നിരുന്നു. യേശുവിൻ്റെ ക്രൂശുമരണം അവസാനം വരെ കണ്ടവൻ യോഹന്നാനാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ക്ലിയറായി എഴുതിയിരിക്കുന്നത്, തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കും മുമ്പ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ ദർശനമാണ്, 9 മുതലുള്ള വാക്യങ്ങൾ. അതിനു മുമ്പ് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കുക. യേശുവിനെ ഉയർത്താത്ത സുവിശേഷ യോഗം, ക്രൂശിക്കപ്പെട്ടവനെ ഉയർത്താത്ത സുവിശേഷ യോഗം സുവിശേഷമല്ല. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ക്രൂശിക്കപ്പെട്ടവനെ ഉയർത്തുക, അവൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പറയുക, അതാണ് സുവിശേഷൻ്റെ കാന്തൽ. നോക്കൂ, യോഹന്നാൻ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ അവസാനം വരുന്നു. നല്ലവരും സ്തോത്രം പറഞ്ഞതിനെ നോക്കിയിരിക്കണം. യോഹന്നാൻ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ കാണുമ്പോൾ അവൻ്റെ തലമുടി രത്നഖചിതമായിരുന്നു, അവൻ്റെ കണ്ണുകൾ കുഴിഞ്ഞതാണ് കണ്ണുകളായിരുന്നു, അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റിയിരുന്നു, അവൻ്റെ കൈകാലുകൾ കാരിരും പാണികളാൽ കുത്തിക്കുറയ്ക്കപ്പെട്ടിരുന്നു. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. യേശു കർത്താവിനെ ക്രൂശിക്കുവാനായി പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുത്തു. അവനെ അടിപ്പിച്ച് വിട്ടേക്കുമെന്നാണ് ആദ്യം പീലാത്തോസ് പറഞ്ഞത്. റോമാ ഗവൺമെൻറ് കൊടുക്കുന്നത് നീചമായ ഒരു ശിക്ഷയായിരുന്നു അടിപ്പിക്കുക എന്ന് തന്നെ. എന്താണ് അടിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു കൽത്തൂണോട് ചേർത്ത് യേശുവിനെ കൊണ്ടുപോയി അവർ കുനിച്ചു നിർത്തി, അവൻ്റെ വസ്ത്രം മുഴുവൻ ഒഴിഞ്ഞു മാറ്റി. നിങ്ങൾ കാണുന്ന ചിത്രങ്ങളിൽ അല്പം വസ്ത്രമുണ്ട്, പക്ഷേ അവൻ്റെ വസ്ത്രം അടിക്കാൻ നേരം ഒഴിഞ്ഞു മാറ്റി. കാരണം ബൈബിൾ പറയുന്നവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. ആദാമി വർഗം ഏദൻ പൂങ്ക അവൻ നഷ്ടപ്പെടുത്തിയ തേജസ്സിൻ്റെ വസ്ത്രം തിരിച്ചു നൽകുവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി വിവസ്ത്രനാക്കപ്പെട്ടു. യേശുവിനെ കുനിച്ചിങ്ങനെ നിർത്തി, കൽത്തൂട് നെഞ്ചു വരും, കൈ ഇങ്ങനെ നീട്ടിക്കെട്ടിയിട്ട് ഒരു അറുകാരൻ താൻ കൊള്ളുന്ന മൃഗത്തോട് ദയ കാണിക്കാതെ കഴുത്ത് വലിച്ചു കെട്ടുന്നത് പോലെ യേശുവിനെ വലിച്ചു കെട്ടിയിട്ട് ഒരു ഇരുമ്പ് ദണ്ടിൻ്റെ അഗ്രത്ത് 7 തോൾവാറുകൾ, ചാട്ടവാറുകളുണ്ട്. ആ വാറിൻ്റെ അഗ്രത്ത് അസ്ഥിക്കഷ്ടങ്ങൾ, ഈയക്കെട്ടികൾ, ചൂണ്ടക്കുളുത്തുകൾ ബന്ധിച്ചിരിക്കുന്നു. ബലിഷ്ഠകാനായ പടയാളികൾ വന്ന് യേശുവിൻ്റെ പുറത്തേക്ക് ഈ ചാട്ടവാറ് കൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ അസ്ഥിക്കഷ്ടങ്ങളും ചൂണ്ടക്കുളുത്തും ഈയക്കെട്ടിയും ആഞ്ഞു പതിക്കും. ഈ ചൂണ്ടക്കുളുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കിണറ്റിൽ വീഴുന്ന, പണ്ട് കിണറ്റിൽ തൊട്ടി വീഴുമ്പോൾ അത് വാറ്റിയെടുക്കുന്ന ഒരു പാതാളക്കരണ്ടിയില്ലേ, അതുപോലത്തെ കരണ്ടി, അത് വെച്ചാൽ യേശുവിനെ അടിച്ചത്. അവൻ്റെ പുറമടി ചുഴുവുചാലുപോലെ കീറിയെന്നാണ്, നീളത്തിൽ കീറിയെന്നാണ്. ഉഴവുചാലുകൾ കീറുന്ന പോലെ അവൻ്റെ പുറമടിച്ച് അടിച്ച് കീറി. യേശു വേദന കൊണ്ട് പുളഞ്ഞു. ഓരോ അടി അടിക്കുമ്പോൾ ഇനി അസ്ഥിക്കഷ്ണങ്ങൾ, ചൂണ്ടക്കുളത്തുകൾ കർത്താവിൻ്റെ ശരീരത്തിൽ ആഞ്ഞു പതിക്കും. അതവന് പിടിച്ചെടുക്കാൻ കഴിയില്ല, വലിച്ചെടുക്കാൻ കഴിയില്ല. മറ്റൊരു പടയാളി വിളിച്ച് അവരൊന്നിച്ച് ഈ ചാട്ടവാർ പിടിച്ചെടുക്കുമ്പോൾ പച്ചമാംസം കർത്താവിൻ്റെ ശരീരത്തിൽ നീർന്നു പോരും. അതൊരു ബേസിൽ കലക്കും, മാറി നിൽക്കും. മറ്റൊരുവൻ വരും, അവനടിക്കും, ആ മാംസം ഇരുന്നു പോരും, വീണ്ടും അടിക്കും, വീണ്ടും കലക്കും. ഒരുത്തന് തന്നെ പിടിതെടുക്കാൻ കഴിയില്ല. കപ്പ പിടിതെടുക്കുന്ന പോലെ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ചാട്ടവാർ പിടിതെടുക്കുമ്പോൾ മാംസം ഇരുന്നു പോരും. ബേസിലെ ബലത്തിൽ കലക്കും. 1 പറയും 40 അടി, 39 അടി യേശുവിൻ്റെ പുറത്തവർ അടിച്ചു. അവസാന അടികൾ വന്നപ്പോൾ ചരിത്രകാരന്മാർ എഴുതുന്നത്, യേശുവിൻ്റെ മുതുകത്ത് മാംസമില്ലായിരുന്നു, മാംസം മുഴുവൻ ഇരുന്നു പോരുന്നു. നിങ്ങൾ ആ ബേസിലേക്ക് നോക്കുക, മാംസം കിടന്ന് തിളയ്ക്കുകയാണ്. നിങ്ങൾ ഇറച്ചി വാങ്ങി സഹോദരിമാരെ കൊത്തി നുറുക്കി അടപ്പയിടുമ്പോൾ പോലെ രക്തവും മാംസവും കൂടെ കിടക്കുകയാണ്. അവസാനം അടിയടിക്കുമ്പോൾ കർത്താവിൻ്റെ മുതുകത്ത് മാംസമില്ല, അസ്ഥികളിലേക്ക് അടികളാണ്ടിറങ്ങി. ഇരുമ്പ് വടി കൊണ്ട് അസ്ഥിക്കൊരടി കിട്ടിയാൽ അത്ര വലിയ വേദനയാണ്. യേശു നിനക്കായി ഇത് സഹിച്ചു. നിങ്ങൾ നോക്കൂ, ആ ബേസിലെ വെള്ളം തിളയ്ക്കുന്ന പോലെ തോന്നുകയാണ്. അത് കണ്ടിട്ടായിരിക്കാം പീലാത്തോസ് പുരുഷാരം കാണുക വെള്ളമെടുത്ത് കൈ കഴുകുന്നു. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറയുന്നു. 1 കുറേ 40 അടിയടിച്ച ശേഷം യേശുവിനെ പിടിതെടുത്ത് അവിടുന്ന് അഴിച്ചെടുത്തു. അപ്പോൾ അടുത്ത ഓർഡർ വന്നു ക്രൂശിക്കാൻ.
150 കിലോളം ഭാരമുള്ളൊരു കുരിശ് യേശുവിൻ്റെ തോളിൽ വെച്ചു വിറയ്ക്കുന്ന കാലുകളോട് യേശു ഗൊൽഗോഥാവിലേക്ക് പോകുന്നു. നമ്മുടെ ഇസ്രായേലിലെ മണ്ണ് ഏകദേശം ഇവിടുത്തേക്ക് മണ്ണ് പോലെ പൊടിമണ്ണാണ്. ഞാനവിടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. യേശു വീണ സ്ഥലങ്ങൾ, യേശുവിനെ ക്രൂശിച്ച സ്ഥലങ്ങൾ ഒക്കെ ഞാൻ കണ്ടു. ഞാൻ ഒരു കാര്യം ഇന്ന് ഈ നാട്ടുകാരോട് പറയാം, ഞങ്ങളുടെ കർത്താവിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊന്നും കെട്ടുകഥയല്ല. ഇവിടെ പല മഹാന്മാരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന സ്ഥലങ്ങൾ പോലുമില്ല. പക്ഷേ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ബെത്സയില പുൽക്കടി ഇപ്പോഴും അവിടെയുണ്ട്. യേശു വെള്ളം വീഞ്ഞാക്കിയ കാനാവ് ഇപ്പോഴും അവിടെയുണ്ട്. യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ഗലീലക്കടൽ ഇപ്പോഴും അവിടെയുണ്ട്. യേശുവിനെ ക്രൂശിച്ച ഗൊൽഗോഥാ കുന്ന് ഇപ്പോഴും അവിടെയുണ്ട്. തലയൊട്ടിക്കുന്ന്. യേശുവിനെ അടക്കിയ കല്ലറ ഇപ്പോഴും അവിടെ ഉണ്ട്. യേശു സ്വർഗത്തിലേക്ക് കരേറിപ്പോയ മോറിയാം ആ കുന്ന് ഇപ്പോഴും അവിടെയുണ്ട്. അതേ, ഞങ്ങളുടെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞതൊന്നും കെട്ടുകഥയല്ല, അതല്ല യാഥാർത്ഥ്യങ്ങളത്രേ. യേശു കർത്താവ് ഈ കുരിശുമായി പോകുമ്പോഴെല്ലാം അടിക്കും, മണ്ണോട് ചേർത്തവനെ ഉരുട്ടിയെടുക്കും. നിങ്ങളുടെ ശരീരത്തിൽ അല്പം മുറിവുണ്ടായാൽ, അതിൽ മണ്ണ് പറ്റിയാൽ എത്ര വേദനയാണ്. ഗൊൽഗോഥാവിൽ ചെന്നപ്പോൾ കൂർത്തുമൂർത്ത മുള്ളുകൊണ്ടുള്ള മുൾക്കിരീടം, ആ മുള്ളു കണ്ടിട്ടുണ്ട്, വലിയ നീളമുള്ള മുള്ളാണ്. അടിച്ച് കയറ്റി തലയോടുകൾ പൊട്ടി തലച്ചോറിലേക്ക് മുള്ളുകളാണ് ഇറങ്ങി. ക്രിസ്തുവിൻ്റെ തലയുടെ 4 വശത്തു നിന്ന് രക്തമൊഴുകി. അവൻ്റെ കണ്ണ് നനച്ചുകൊണ്ട്, നിങ്ങളുടെ കണ്ണിലൊരൽപ്പം രക്തം വീണാൽ എത്ര നീറ്റലാണ്. യേശുവിന് കൈയെടുത്ത് തുടയ്ക്കാൻ കഴിയുന്നില്ല. അവൻ്റെ മുഖത്തെ രോമകൂമങ്ങൾ പിഴുതെടുത്തു. അവൻ്റെ മുഖം നീര് വന്ന് വീർത്തു, ഭീവത്സമായി. ആ മുഖത്തേക്ക് അവർ കാർക്കിച്ചു തുപ്പി. അവൻ്റെ വിലാപ്പുറത്തവർ കുത്തി. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി കുലമനത്തിൽ കണ്ടാൽ ആലന്തോന്നു മാറി വിരൂപനായി, കൈകാലികൾ കാരിലും പാണികളാൽ കുത്തിത്തുളയ്ക്കപ്പെട്ടവനായി, കന്നത്തടികളേറ്റവനായി, കൈപ്പോളം കുടിച്ചവനായി, മനുഷ്യവർഗത്തിൻ്റെ പാപശാപ രോഗ ദുരിതങ്ങൾ സ്വന്തം ശിരസിന്മേൽ ചുമന്നുകൊണ്ട് കാൽവറിയിൽ പിടഞ്ഞു മരിക്കുന്ന നാസ്രയനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളിവിടെ പരസ്യമായി ഉയർത്തുകയാണ്. സഹോദരാ, നീ അവനെ നന്നായി കാണുക. സഹോദരി, നീ അവനെ നന്നായി കാണുക. യേശുവിൻ്റെ രക്തം നിൻ്റെ സകല പാവം പോക്കി നിന്നെ ശുദ്ധീകരിക്കും. എന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ക്രൂശിൽ ചിതറിത്തെറിച്ച യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് നിൻ്റെ പാപം മോചിപ്പാൻ ശക്തിയുണ്ട്. നിൻ്റെ രോഗം സൗഖ്യമാക്കാൻ ശക്തിയുണ്ട്. പൈശാചി ബന്ധനം വിടുവിപ്പാൻ ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർ കൈകളടിച്ച് ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്. ആ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. നിങ്ങളുടെ മതം വിഷയമല്ല, നിങ്ങളുടെ പേര് വിഷയമല്ല. യേശു വിളിച്ച് പറഞ്ഞ സകല ഭൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പീൻ. യേശുവിൻ്റെ മരണം രക്തസാക്ഷി മരണമല്ലായിരുന്നു. യേശുവിൻ്റെ മരണം റോമാകനും പറ്റിയൊരു തപ്പിതമല്ലായിരുന്നു. അതൊരു പ്രായശ്ചിത്ത ബലിയായിരുന്നു. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ അതിൻ്റെ അരികിൽ നിന്ന് കണ്ടവനാണ് യോഹന്നാൻ. ഒറ്റ ആഞ്ചെറുക്കൻ, ഒരൊറ്റ അപ്പോസ്തലൻ, ഒറ്റ ശിഷ്യൻ, ഒറ്റ ആണായി ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അവിടെ നിന്നവൻ ആരായിരുന്നു? യോഹന്നാൻ. ബാക്കി 5 സഹോദരിമാരോടുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമടന്ന് സാക്ഷിവണ്ണം കണ്ടവനെ, അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത കാണാൻ ദൈവത്തിന് പ്രസാദമായി. ഇനി നോക്കിയിരിക്കൂ, സ്തോത്രം പറഞ്ഞുകൊള്ളാം. യോഹന്നാൻ ക്രൂശിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ അവൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരുന്നു. അവൻ്റെ ശബ്ദം എനിക്ക് ദാഹിക്കുന്നു എന്ന ക്ഷീണിച്ച ശബ്ദമായിരുന്നു. അവൻ്റെ കൈയും കാലും കാരിലും പാണികളാൽ കുത്തി തുളയ്ക്കപ്പെട്ടിരുന്നു. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചടിച്ചിരുന്നു. അവൻ്റെ തലമുടി രക്തഖചിതമായിരുന്നു. അവൻ വിവസ്ത്രനായിരുന്നു. എന്നാൽ ഇപ്പോൾ യോഹന്നാൻ കാൽവറിയിൽ കാണുന്ന, ഇപ്പോൾ യോഹന്നാൻ പത്മോസിൽ കാണുന്ന ക്രിസ്തുവിൻ്റെ തലയിൽ മുൾക്കിരീടമല്ല, അനവധി രാജമുടികളിരിക്കുന്നു. ഇപ്പോൾ യോഹന്നാൻ കാണുന്ന ക്രിസ്തുവിൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖമുള്ളവനാണ്. ഇപ്പോൾ യോഹന്നാൻ കാണുന്ന ക്രിസ്തുവിൻ്റെ കണ്ണുകൾ കുഴിഞ്ഞതാണ് കണ്ണുകളല്ല, അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ യോഹന്നാൻ കാണുകയാണ്. ഇപ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് ക്ഷീണിക്കുന്ന ശബ്ദമല്ല, ഹല്ലേലൂയ, തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനെ യോഹന്നാൻ കാണുകയാണ്. തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചവനെ കാണുകയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയാം, ഒരിക്കൽ ഞങ്ങളുടെ കർത്താവ് ഈ ഭൂമിയിൽ മരിക്കാൻ വന്നു. ഇനി ഞങ്ങളുടെ കർത്താവ് ഈ ഭൂമിയെ ഭരിക്കാൻ വരാൻ പോകുകയാണ്. ഒരിക്കൽ ഞങ്ങളുടെ കർത്താവ് ഈ ഭൂമിയിൽ വീണ്ടെടുപ്പുകാരനായി വന്നു. ഇനിയും ഞങ്ങളുടെ കർത്താവ് വീണ്ടെടുക്കപ്പെട്ടവരെ വീട്ടിൽ ചേർക്കാൻ വരാൻ പോകുകയാണ്. ഒരിക്കൽ ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവായി വന്നു. ഇനിയും ഞങ്ങളുടെ കർത്താവ് ശിക്ഷിതാവായി വരാൻ പോകുകയാണ്. ഇതവൻ മേഘാരുടനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അവനെ ചൊല്ലി വിലപിക്കും. ഉവയാവ 2 സ്റ്റാൻസ മോളെന്ന് പാടിക്കോ. മുൾമുടി അണിഞ്ഞു രക്തധാരിയായവൻ, പൊൻകിരീടം ചൂടി തേജപൂർണനായി. ഇതാ കൈയടിച്ചേ. മുൾമുടി അണിഞ്ഞു രക്തധാരിയായവൻ,
പൊൻകിരീടം ചൂടി തേജപൂർണനായിതാ യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ. ഓ ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദത്തെ അതിനു വേണ്ടി ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദത്തെ അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നു. യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനാൽ തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു, വരവിനാൽ തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. ഉച്ചഭാഷയുള്ള ശബ്ദം ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ഏറ്റെടുത്താലും ശരി ഇല്ലെങ്കിലും ശരി, ഇസങ്ങൾ സ്വപ്നം കാണുന്ന സുന്ദര രാജ്യം സ്ഥാപിപ്പാൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ മരിച്ച ക്രിസ്തു, കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട ക്രിസ്തു, കല്ലറയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ നസ്രയനായ യേശു ക്രിസ്തു രാജാധി രാജാവായി മടങ്ങി വരുവാൻ പോകുന്നു. കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. മോളെ, നീ ഞങ്ങളുടെ അവിടെ കാണുമായിരുന്ന എൻ്റെ സഭയിൽ നിന്നെ അങ്ങ് കൊണ്ടുപോയത്. ഞാൻ 4 പതിറ്റാണ്ടായി അത് പറഞ്ഞ് പോയാൽ ശരിയായില്ല. അത് പ്രസംഗിക്കുന്ന ഈ ടീമിനെ എൻ്റെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. ഒരു പാട്ട് പാടാൻ തുടങ്ങി. ഇന്നാൾ യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്ന ഒരു പാട്ട് പാടാൻ തുടങ്ങിയ പുള്ളി ജീവൻ ഗീതാവിൽ തപ്പുക. അവനറിയത്തില്ല. 8 എണ്ണത്തെ കണ്ടു മോളെ. ലിസ്റ്റിലുള്ള പാട്ടുണ്ടേ അവരടിക്കും, അല്ലെ കണ്ടക്കം മുണ്ടക്കം ആക്കും. ഏത് പാട്ട് പാടി അവൾ കുഞ്ഞിനെ കൃപയുള്ളവളാണ്. നിങ്ങൾക്ക് അവളൊരു അനുഗ്രഹമാണ്. മോളെ കൃപയെന്നാണ്. എന്താ ഇപ്പം പഠിക്കുന്നത്? BSc അത് എൻ്റെ ഭർത്താവേ, ഈ കൃപയെ നിന്നോണം കേട്ടോ. നിന്നെ ഞങ്ങളൊക്കെ അനുഗ്രഹിച്ചിട്ടിരിക്കുക. ഒന്ന് കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് മോക്ക് വേണ്ടി. കാരണം അവൾ ഏത് പാട്ട് പാട്, അതാണ് ഞങ്ങൾക്കൊരു സന്തോഷം. അതുകൊണ്ടാണ് പാടുന്നത്, അല്ല പാടത്ത്. കാരണം കണ്ടക്കം മുണ്ടക്കം അടിച്ച് അറിയത്തില്ല എത്ര എണ്ണത്തെ കാശ് കൊടുത്തു വെക്കുന്നത് അറിയത്തില്ല. അവർക്ക് എന്താ അടിക്കാനറിയില്ല, ഒരു ഇതവിടത്തില്ല. ഇപ്പം എന്താണ്ട് അവന് ചോദിച്ചു നോക്കിയേ പോയി. അപ്പം ഈ ദൈവം ഒരു സ്പെഷ്യൽ ടാലൻ്റ് അവൾ അവൻ്റെ കുഞ്ഞിലേ വന്ന് തുടങ്ങിയല്ലേ. അല്ലായിരിക്കും. യേശു വരാറായി, ഒരുങ്ങിയിട്ടുണ്ടോ? വേറെ വിഷയം പോകരുത്. കർത്താവ് ഏത് നിമിഷവും വരും. പോകാൻ റെഡിയാണോ? ഞാൻ നിർത്താൻ പോവാ. യേശു വരാറായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി മുമ്പ് ഭൂമിയിൽ സംഭവിക്കേണ്ട 96ഓളം അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ഇൻസിഡൻസ് 96 അടയാളങ്ങൾ 4ആയി തിരിക്കുന്നു. 1 പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 മാർഗീയ ലക്ഷണം, 4 യഹൂദിയ ലക്ഷണം. കേട്ടോ, യേശു ക്രിസ്തുവിൻ്റെ വരവെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ജാതീയ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഭൂതജാതിയുടെ അവസ്ഥ എന്തായിരിക്കും? സഭയുടെ അവസ്ഥ എന്തായിരിക്കും? ഇതൊന്നിച്ച് പഠിച്ചാൽ യേശു അടുക്കൽ വാതുക്കലായിരിക്കുന്നു. ജാതിയോടും രാജ്യം രാജ്യത്തോട് എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവരോടെ ഉണ്ടാകും. ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് വന്ന്. ഇവരെല്ലാം വന്നപ്പോൾ എയർപോർട്ടിലെ പണ്ടത്തെ പോലെ ചെക്കിങ് തുടങ്ങി. ഒരു ഡിക്ലറേഷൻ കൊടുക്കണം, മൂക്കൊലിപ്പ് പോലും ഇല്ലെന്ന്. എംബോള വൈറസ്, ഏതാ? സാർസ്, എംബോള, മറ്റെന്തുമായിരുന്നു? കോവിഡ്. ഇതൊക്കെ മാറിയിപ്പോൾ എംബോള. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ എയർപോർട്ടും ചെക്കിങ്ങാണ്. എഴുതി കൊടുത്തോണം, നമ്പർ കൊടുക്കണം, പൊക്കിക്കൊണ്ട് പോലൊക്കെ പോകും. ഭീതിയാ. ഒരു നല്ല കാലം വരാൻ പോവല്ല, ഭീതികരമായ അവസ്ഥ വരാൻ പോവാ കേട്ടോ. ജാതി എടുക്കും, ക്ഷാമം ഉണ്ടാവും, ഭൂമി. ഇതൊക്കെ ലക്ഷണമാണ്, ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ജാതീയ ലക്ഷണം, ക്ഷാമവും ഭൂമ്പവും മഹാവ്യാധികളും അവിടെ ഉണ്ടാവും. ബൈബിൾ പറഞ്ഞൊക്കെ നടക്കാമേ. യേശു വരാറായി. യുദ്ധം. ഒരു ദിവസം ട്രംപ് പറയും ഇനി ഇല്ലെന്ന്, പിറ്റേ ദിവസം പറയും ഇനി അടിക്കുമെന്ന്. നാളെ പറയും പുള്ളിക്ക് എന്തൊക്കെയാണ് തോന്നുന്നതെന്ന് അറിയത്തില്ല, പുള്ളി അങ്ങനെയൊക്കെ ചെയ്യും. നാളെ പറയും പോയി തോണ്ടിയിട്ട് വിടാം. അതാ അധികാരം. ഇപ്പം തന്നെ പോകണോ? ഇപ്പം ഇയാൾക്ക് അങ്ങനെ തോന്നാൻ കാര്യം എന്താ? നാളെ ആയാലും നോ. അധികാരം അതാ, അധികാരം. പിശാചിന് ശക്തി ഉണ്ടായി അവൻ്റെ മേലെ അധികാരമുള്ളവനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇസ്രായേൽ ഒരു കുഞ്ഞു രാജ്യം, കേരളത്തിൻ്റെ അത്രയും പോലും ഇല്ല. ലോകത്തിന് ഭീതി. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മളടുത്ത് പ്രസംഗിച്ചു. സകല ജാതികൾക്കും പരിഭ്രമാത്രമാണ്. അവനെ തൊടുന്നവൻ കഠിനമായി മുറിവേൽക്കും. ലോകത്തിൻ്റെ ഭീതി, ലോകത്തിൻ്റെ കേരളത്തിൻ്റെ അത്രയില്ല. ഇന്ത്യയുടെ അല്ല ഞാൻ പറഞ്ഞു, കേരളത്തിൻ്റെ അത്രയും പോലും ഇല്ല. 24 മണിക്കൂർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാം.
ആ കൊച്ചു രാജ്യം ലോകത്തിന് ഭീതി, തൊടുന്നവൻ കഠിനമായി മുറിവേൽക്കും. സകല രാജ്യങ്ങൾക്കും പരിഭ്രമാത്രി മാറ്റിവെക്കും. എല്ലാ ലോകത്തിൻ്റെ TV, പത്രങ്ങൾ, അവരുടെ ടൈറ്റിൽ എന്താ? ഇസ്രായേൽ, ഇസ്രായേൽ, ഇസ്രായേൽ. അന്ത്യകാലമായി, യേശു വരാറായി. എന്താ അവനെ ഒതുക്കാൻ കഴിയാത്ത? എന്താ അവനെ തകർക്കാൻ കഴിയാത്തത്? അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അവരെ സംബന്ധിച്ച് പല കാര്യങ്ങൾ നിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. അവരവിടെ കാണണം. കാരണം ലോകം മുഴുവൻ ചിതറപ്പെട്ട ഇസ്രായേൽ യേശു കർത്താവ് ജനിക്കാറായപ്പോൾ അവിടെ വന്നു. എവിടൊക്കെ പോയോ അവിടുന്ന് കൊണ്ടുവന്നു. എന്താ വേദവസം പറഞ്ഞു? നീയോ ബേത്ലഹേം, നീ യഹൂദ സഹസ്രം ചെറുതായാലും നിന്നെ മേയിക്കേണ്ടവൻ നിന്ന് വരും. സമയത്ത് അവിടെ എത്തി. ഇത് പ്രസംഗിക്കാൻ നിന്നതല്ല, ഇതിലേക്ക് ദൈവം കൊണ്ടുവന്നു. യേശു കർത്താവ് ജനിച്ചു, യേശുവിനെ അവർ ക്രൂശിച്ചു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ കൈക്കൊണ്ടില്ല. പക്ഷെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അവർ കുത്തിവെങ്കിലേക്ക് നോക്കും. ഇപ്പം ലോകം മുഴുവനുള്ളവർ വരിക എന്തിനാണെന്നറിയാമോ? കുത്തിവെങ്കിലേക്ക് നോക്കണമെങ്കിൽ അവനെ കുത്തിയവരവിടെ വരണം. ലോകസംഭവം എല്ലാം വിളിച്ചറിയിക്കുന്നു, യേശു വരും. പിന്നെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ സ്വസ്നേഹികളാകും, വമ്പ് പറയുന്നവരാകും, അഹങ്കാരികളാകും, ദൂഷകന്മാരാകും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരാകും, ഉഗ്രന്മാരാകും, നിഗളികളാകും, ഏഷണിക്കാരാകും, അഹങ്കാരികളാകും, സൽഗുണദോഷികളാകും. അച്ഛൻ പറഞ്ഞു തന്നു. നിഗളികൾ അവിടെ 4 കാര്യമുണ്ട്. ഉഗ്രന്മാർ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഒരു പെണ്ണ് പ്രസവിച്ചിട്ട് ജനലിൽ കൂടെ കൊച്ചിൻ്റെ അടുത്ത് ഏറെന്ന് പഠിപ്പാട്ട് വായിച്ചില്ലേ? ഇല്ലേ? തൊട്ടടുത്ത് ഞങ്ങളുടെ അടുത്ത് 18. എങ്ങനെ ധൈര്യം? വീട്ടുകാരറിയാതെ എങ്ങനെ? ഞങ്ങൾ ചോട്ട് വന്നം വരെ ഇവിടെ 1-ാം മാസമേ തുടങ്ങും സ്കാനിങ്ങും. അപ്പോൾ എൻ്റെ കൂടെ വന്ന് ജോസഫ് സഹോദരൻ പറഞ്ഞു, ഇവളെ ഒരിടത്ത് കെട്ടിച്ചു വിട്ടിരുന്നെങ്കിൽ അയ്യോ എന്തോ വേദനയായിരുന്നു നമുക്ക്. ഇതൊരു വേദനയില്ല, എടുത്തരേറെ. ഒരു പാലത്തിൻ്റെ മേളിൽ നിന്ന് ഒരു തള്ളയും മോളൂടെ ഏതാണ്ട് ഇങ്ങനെ താഴെ ഇടുന്ന കണ്ടു. ഇപ്പം താഴെ വള്ളക്കാരുണ്ടായിരുന്നു. ഒരു കെട്ട്, ഒരു ജീവനുള്ള കുഞ്ഞാ. എന്തോ മനസാക്ഷിയാ. പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ അന്ന് സംശയമായിരുന്നു, യാഥാർത്ഥ്യമായി. വെറുതെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ ബോൾ ഉരുണ്ട് പോയപ്പോൾ അവിടെ ചെന്ന് കിടന്നപ്പോൾ ഒരു പാവക്കുട്ടി കിടക്കുന്ന അതുപോലെ ഒരു കുഞ്ഞാ അമ്മ ഇട്ടിട്ട് പോയത്. എങ്ങനെ എത്തണോ? ക്ലോസറ്റ് ഇട്ട് വെള്ളം ഒഴിച്ചു കൊണ്ട് പോവുക, വലിച്ചെറിയുക, പൊട്ടിയിടുക. ഒരിടത്ത് രാവിലെ ഈ മുനിസിപ്പാലിറ്റി അവരെല്ലാം കൂടെ തട്ടിയിട്ടപ്പോൾ ഒരു കുഞ്ഞ് അതിനകത്ത് കിടക്കുന്നു, എലി കടിച്ച് കൊന്നിട്ടിരിക്കുന്നു. ഒരു തള്ളയിട്ടിട്ട് പോയതാ. വേറെയിടത്തൊരു കുഞ്ഞ് ഉറുമ്പ് കടിച്ച്. വേറെയിടത്ത് പിള്ളേർ പട്ടി കടിപൊടി കൂട്ടുന്ന കണ്ടുകൊണ്ട് ചെന്നപ്പം ഒരു കുഞ്ഞിനെ പട്ടി തിന്ന് തീർത്ത് കഴിഞ്ഞു. ആ ഓമനത്തുള്ള ആ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുമ്പോഴേ എങ്ങനെ നോക്കും? ആ കാലമായി. വാത്സല്യമില്ല, കനിവില്ല. റോഡിയിലെങ്ങാണം വെച്ച് വല്ലോണം പറയാനൊക്കെ. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഇപ്പോഴത്തെ ഭൂമി തീക്കായി സൂക്ഷിക്കുന്നു. നോഹയുടെ കാലം പോലെ, ലോത്തിൻ്റെ കാലം പോലെയായി. വഷളത്വം വർദ്ധിച്ചു. എന്തൊക്കെ വഷളത്വം പറയാനൊക്കത്തില്ല, അത്ര ദുഷ്ടത. യേശു വരാറായി. നിങ്ങൾ റെഡി ആയിട്ടുണ്ടോ? എന്താണ് യേശുവിൻ്റെ വരവിനെ കുറിച്ച് നിൽക്കുന്നറിയാമോ? കർത്താവുതാൻ ഗംഭീരനാദത്തോടും പറഞ്ഞാട്ട് 1 തെസ്സലോനിക്കർ 4 കർത്താവുതാൻ വായിച്ചോ? ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും, യെസ്, ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ബാക്കി എല്ലാവരുടെ പറ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ എല്ലാവരോടും ഒന്ന് പറഞ്ഞേ, ദൈവമക്കൾ പറഞ്ഞേ, നാം പറഞ്ഞേ, ഉറക്കെ പറ, നാം കർത്താവിനെ എതിരേൽപ്പാൻ അവരോട് ഒരുമിച്ച് ആകാശങ്ങളിൽ എതിരേൽപ്പാൻ എടുക്കപ്പെടും. 2 വാക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞേ, കൈയൊന്ന് ഉയർത്തി പിടിച്ചോണ്ട് പറ, നാം എടുക്കപ്പെടും. നാം എടുക്കപ്പെടും കേട്ടോ. ഒരു കൂട്ടമൊക്കെ ആളുകൾ ഇവിടുന്ന് കാണാതാകും, എടുക്കപ്പെടും. ഹാനോക്ക് ദൈവത്തോട് നടന്നു, ദൈവനെ എടുത്തുകൊണ്ടതിനാൽ. നിങ്ങൾ റെഡിയാണോ കാണാതാകാൻ? അപ്രത്യക്ഷമാണ്. റാപ്പിയോ എന്ന പദമാണ് റാപ്ചർ എന്ന പദമുണ്ടായ. റാപ്ചർ കണ്ണടച്ചോർന്നും കാണില്ല. റാപ്പിയോ എന്ന വാക്കിൻ്റെ അർത്ഥം തട്ടിക്കൊണ്ടു പോകുക, റാഞ്ചിക്കൊണ്ടു പോകുക, ബലമായി പിടിച്ചെടുക്കുക. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കഴുകൻ കണ്ണുകളുമായി കോഴിയെയും കോഴിക്കുഞ്ഞിനെയും കണ്ടിട്ട് താഴേക്ക് വന്ന് കോഴി നോക്കി നിൽക്കുമ്പം കോഴിക്കുഞ്ഞൻ റാഞ്ചാൻ ഉപയോഗിക്കുന്ന പദമാണ് റാപ്പിയോ. ദുഷ്ടാത്മസേനകൾ നോക്കി നിൽക്കേ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭയെ കർത്താവ് റാഞ്ചിക്കൊണ്ടുപോകും. കൈ ഉയർത്തിയ ശക്തിയോട് സ്വതന്ത്രം പറ. കാണാതാകും.
ഈ വേദപുസ്തകം ഇതുവരെ പറഞ്ഞതെല്ലാം സംഭവിച്ചു. വിശ്വസിക്കാൻ കഴിയാത്തത്. ഇപ്പോൾ ലൈവ് ജെറുസലേമിൽ കിടക്കുന്ന 2 ഭക്തന്മാരുടെ ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണും. അതൊക്കെ വിരിച്ച് പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞത് പറയേണ്ടത്. ബൈബിൾ എഴുതി. അന്ന് ചോദിച്ചാൽ ഏത് കോന്തനാണ് ഇതെഴുതിയേ? ജെറുസലേമിൽ കിടക്കുന്ന ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണാൻ പോവാണ്. ഇപ്പോൾ ഈ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുക. ഇതുപോലെ വേദപുസ്തകം പറഞ്ഞതെല്ലാം സംഭവിച്ചെങ്കിൽ കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. അതും സംഭവിക്കും. റെഡിയായിട്ടുണ്ടോ? യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടണോ? 3 കാര്യങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 1, നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ, നാം അവൻ്റെ മരണത്തിന് സാധിച്ചൂടെ ഏകീഭവിച്ചവരായി എങ്കിൽ അവൻ്റെ പുനരുത്ഥാന ശേഷി ഏകീഭവിക്കും. നാം മനുഷ്യരുടെ അവനെ ഏറ്റുപറയുന്നു എങ്കിൽ ദൂതന്മാരുടെ മധ്യ ഏറ്റുപറയും. 3 എങ്കിലുണ്ട്. നിനക്ക് അവനോട് മരിക്കാൻ മനസ്സില്ല, അവനോട് വാഴാനൊക്കെ ഇല്ല. അവനോട് മരിക്കുന്നതാണ് മാനസാന്തരം. 2, അവൻ്റെ മരണത്തിൻ്റെ സാക്ഷിയോടെ ഏകീഭവിക്കുക, അതാണ് സ്നാനം. എങ്കിലേ പുനരുത്ഥാന സാക്ഷി ഏകീഭവിക്കൂ. നീ മനുഷ്യരുടെ അവനെ ഏറ്റുപറഞ്ഞാൽ ദൂതന്മാരുടെ മധ്യ ഏറ്റുപറയും. 1, മാനസാന്തരപ്പെടണം, പാപങ്ങൾ ഏറ്റുപറയണം. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുന്നു, നിന്റെ പാവന്റെ രക്തത്താൽ എൻ്റെ പാപം കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി ശുദ്ധീകരിക്കും. ഇന്നലെ പറഞ്ഞ നിത്യജീവൻ ലാഭമായി കിട്ടും. ഈ ഭൂവിൽ സമാധാനം, നിത്യത, സ്വർഗം. യേശു വന്നാൽ പോകും, അല്ല മരിച്ചാൽ അവനോടൊപ്പം ആയിരിക്കുന്ന ഉറപ്പ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവൻ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ നിമജ്ജന സ്നാനം സ്വീകരിക്കണം. അവൻ വേർപാണ്ട വിശുദ്ധിൽ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെയുള്ളവരെ ചേർക്കാൻ യേശു വരും. കൈ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞ്. ഈ അമേരിക്കയിലൊക്കെ കാറിൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ കാർ ഓടിക്കുന്ന ആളെ നിമിഷം അപ്രത്യക്ഷനാകും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ വരുന്ന സൂക്ഷിച്ചു വേണം. റാപ്ചർ എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കാം. ഇപ്പം കാഹളം തൊഴിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് താഴോട്ട് പോകും, ഞാൻ ഭുമ്മെന്ന് മേളോട്ട് പോകും. 25 നില ഇവിടെ ഉണ്ടെങ്കിലും പ്രശ്നമല്ല, പോവും. അതാ യേശുവിനെ മരിച്ചുവിടെ എഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ഈ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ അമൃതമുള്ള ശരീരത്തെ അനുഭവപ്പെടുത്തും. കാണാതാകും. യേശു ക്രിസ്തു വരുമ്പോൾ സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് പ്ലെയിൻ ഓടിക്കുന്ന വിശുദ്ധന്മാരുണ്ട്, രക്ഷിക്കപ്പെട്ടവരുണ്ട്. കാഹളം ധനിക്കുമ്പം പ്ലെയിൻ കൊണ്ട് താഴെ ഇടാമെന്നവർ പറയത്തില്ല. അവർക്ക് നല്ല സൗകര്യം അവിടെ നിന്ന് അങ്ങോട്ടങ്ങ് പോകാൻ. അവരവിടുന്ന് അങ്ങ് പോകും. പക്ഷേ അവരവിടുന്ന് പോയാലും നമ്മൾ ഇവിടുന്ന് പോയാലും നമ്മൾ ഒന്നിച്ചേ ചെല്ലത്തുള്ളൂ. ഈ പാൻ അമേരിക്കൻ കമ്പനിയായിരുന്നു ഒരു കാലത്ത് വലിയ വിമാന കമ്പനി. ഇപ്പം പൊട്ടി. അവരൊരു പരിഷ്കാരം നടപ്പിലാക്കി. അതായത് സൺഡേ സ്കൂൾ പഠിച്ചവനാണ്, രക്ഷിക്കപ്പെട്ടവനാണ് പൈലറ്റെങ്കിൽ ഗുണപ്പെടാത്തൊരുത്തനെ കോ പൈലറ്റാക്കും. കാരണം അവർ റാപ്ചർ എന്ന് പഠിച്ചു. കാഹളം ധ്വനിക്കുമ്പം രക്ഷിക്കപ്പെട്ടവൻ പോവും. അപ്പം നീ പോയാലും ഞങ്ങളുടെ പ്ലെയിൻ പോകരുത്, ഗുണപ്പെടാത്തവൻ പ്ലെയിൻ കൊണ്ടിവിടെ ഇറക്കണം. അവരും പറയുന്ന യേശു വരാറായി. ഈ ട്രെയിൻ ഓടിക്കുന്നവരുണ്ട്, കാഹളം ധനിക്കുമ്പോൾ അടുത്ത സ്റ്റേഷനിൽ കൊണ്ടിടാമെന്ന് പറയത്തില്ല. അവരങ്ങ് പോവും, ട്രെയിൻ ഇടിക്കും. ഇന്നിവിടെ വന്നവരൊക്കെ വാഹനത്തിലാണ്, സ്കൂട്ടറിലും കാറിലും ഒക്കെയാണ്. ഞാനും കാറയിലാണ്. പോകുന്ന പോക്കിലാണ് കാഹളം ധ്വനിക്കുന്നെങ്കിൽ കാറിട്ടിട്ട് ഞങ്ങളങ്ങ് പോവും. അന്ന് ഇഷ്ടംപോലെ ഗുണപ്പെടാത്തവർക്ക് കാറും ബൈക്കും കിട്ടും. അനക്കമില്ലല്ലോ. അതോ നിങ്ങൾ കാറും കൊണ്ട് പോവോ? നോക്കി വെച്ചോ, ഞങ്ങളുടെ വീടൊക്കെ നോക്കി വെച്ചോ, എടുത്തോ. ഇവിടെ കിടക്കുന്നവൻ്റെ കാര്യം കട്ടകാലോ, കട്ടപ്പോയാ. ഭൂലോകം മുതൽ ഇതുവരെ ഉണ്ടാകാത്ത കഷ്ടകാലം ഉണ്ടാകും. ഭൂമി കുലുക്കങ്ങൾ ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീഴും. വലിയ തുടക്കം വടി വെട്ടിയതുള്ള അടി തുടങ്ങാൻ പറ്റില്ല. സഭയൊന്ന് പോയി കിട്ടിട്ട്. അപ്പം കാറ് ഓടിക്കുന്ന ഞങ്ങൾ നിർത്തിയിട്ടിട്ടല്ല പോകുന്നത്. ഒറ്റ കുതിപ്പാക്കുക. ആക്സിഡൻറ്റ് കാറെടുക്കും, സീറിയും കൈയെടുക്കും, പും ഒറ്റ പോക്കാം, ഒറ്റ കൂട്ടിയിടിയാ. കാറ് കിട്ടിയാലും പഞ്ചറായി കിട്ടത്തുള്ളൂ. അപ്പം ഞാനൊരു ഭാവന ചിന്തിച്ചു. അതായത് കർത്താവ് വരുമ്പം സംഭവിക്കുന്നത് 2 പേർ ഒരുമിച്ചൊരു കിടക്കയിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ കൈവിടപ്പെടും. അപ്പോൾ 2 പേർ ഇവിടെ വന്നൊരു പേര് സ്കൂട്ടറെ കണ്ടു ഞാൻ. സ്കൂട്ടറെ അപ്പോൾ രക്ഷിക്കപ്പെട്ട അച്ചായൻ സ്കൂട്ടർ ഓടിക്കുന്നു, ഗുണപ്പെടാത്ത അമ്മാമ്മ പുറയിലിരിക്കുന്നു. കാഹളം ധനിക്കുമ്പോൾ അച്ചായൻ ഭുമ്മെന്നൊരു പോക്ക, അമ്മാമ്മ കറങ്ങി കറങ്ങി അങ്ങോട്ടൊരു പോക്ക. അല്ലേ? അത് ഗുണപ്പെട്ടിട്ട് വേണം, ഗുണപ്പെടാത്ത തിരിച്ച്. രക്ഷിക്കപ്പെട്ട അമ്മാമ്മ പുറകിരിക്കുന്നു, സഹോദരി. ഗുണപ്പെടാത്ത അച്ചായൻ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് പോവുക. മൂളൽ കേൾക്കാത്തപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണുന്നില്ല, ആള് പോയി. ഏത് നിമിഷവും സംഭവിക്കും കേട്ടോ. മുറിവേറ്റവരെ കൊണ്ട് ഹോസ്പിറ്റൽ നിറയും, സകല ഫ്ലൈറ്റുകളും റദ്ദാക്കപ്പെടും. ഇതൊക്കെ നടന്ന് കണ്ടില്ലേ? നിരനിരയായി ഫ്ലൈറ്റ് ഇട്ടേക്കുന്നേ കോവിഡ് കാലത്ത്. ഇതുപോലെ എല്ലാ എയർപോർട്ടും അടയ്ക്കപ്പെടും. പിശാച് പോഷ്കിൻ്റെ അപ്പനാ ഏതോ അജ്ഞാത കോളത്തിൽ നിന്ന് പറക്കം തളി വന്ന് കുറേ പേര് തട്ടിക്കൊണ്ട് പോയെന്ന് പറയും. അപ്പോൾ ഓർത്തോണം, യേശു വന്നു, ഭക്തന്മാർ പോയി. നിങ്ങൾ റെഡിയാണോ?
മരണം ഏത് നിമിഷം വരും. കാഹളം ഏത് നിമിഷം ധ്വനിക്കാം. കൈവിടപ്പെട്ടു പോകരുത്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. യേശു മടങ്ങി വരാറായി, കാഹളം ധ്വനിക്കാറായി, വിശുദ്ധന്മാർ ഉയർക്കാറായി.